ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വീണ്ടും നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ് നിങ്ങളുടെ നടുവിലായിരിക്കുന്നത്. എനിക്കറിയാം നിങ്ങൾ ദിവസങ്ങളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടായിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെയും ദൈവം മറുപടി തന്ന് നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഈ മീറ്റിങ്ങിന് വേണ്ടി എന്നെ ക്ഷണിച്ച പ്രിയ റോയ് ബേബി പാസ്റ്ററോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിംഗ് ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവം ശക്തമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ ദൈവം എന്നെ ഒരു ദൂത് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഈ മീറ്റിംഗിൽ മാത്രമല്ല, ഈ ആഴ്ചയിൽ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ ശുശ്രൂഷാപരമായി ദൈവം എന്നെ ഏൽപ്പിച്ചൊരു കാര്യമാണ്. ഈ മെസ്സേജ് എനിക്കിപ്പോൾ നൽകി തന്നിരിക്കുന്ന ദൈവിക ആലോചന, അത് ആരെ കണ്ടാലും പറഞ്ഞോണം, എല്ലാവരോടും പറഞ്ഞോണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ ഇതേ വചനം പ്രസംഗിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി തന്നു. പലപ്പോഴും ഞാൻ ഓർക്ക് ഈ റിപ്പീറ്റഡ് മെസ്സേജുകൾ പറയുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾക്ക് ഈ സ്ഥിരം പ്രസംഗിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട്. എന്നാൽ കർത്താവ് എന്നോട് പറഞ്ഞു, അങ്ങനെയൊന്നും ഓർക്കണ്ട. നമ്മൾ ബൈബിൾ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ നോക്കിയാൽ ചില മെസ്സേജുകൾ പരിശുദ്ധാത്മാ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തിനെ കുറിച്ചുള്ള മെസ്സേജ് ആണെന്നറിയോ? മാനസാന്തരത്തെ കുറിച്ചുള്ള മെസ്സേജ്. അല്ലെങ്കിൽ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ നോക്കി മാനസാന്തരപ്പെടുക എന്നുള്ള മെസ്സേജ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ എന്നാൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ച ഒരാലോചന, ചിലപ്പോൾ നിങ്ങൾ ആദ്യം ഈ വാക്യം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മാനസികമായ ഒരു വിഷമം തോന്നിയേക്കാം. അത് ഞാൻ ആരംഭത്തിലേ പറഞ്ഞേക്കുക. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, പലരും അനേക വിഷയങ്ങളുടെ നടുവിലാണ് ഇന്ന് ഭാരത്തോടെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബപരമായുള്ള വിഷയങ്ങളായിരിക്കാം, തലമുറയോടനുബന്ധിച്ചായിരിക്കാം, ജോലിയോടനുബന്ധിച്ചായിരിക്കാം. എന്നാൽ വിരലിൽ എണ്ണാൻ പോലും പറ്റത്തില്ലാത്ത ആൾക്കാരായിരിക്കാം. അവരുടെ ആത്മീക ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവിന്റെ വരവിന് വേണ്ടി എനിക്കൊന്ന് ഒരുങ്ങണം. ഇന്നത്തെ മെസ്സേജിൽ അതിന് എന്നെ ഒരുക്കുന്നതാണോ എന്നോർത്തിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കണം. ഇന്ന് ഞാൻ എന്തിനാ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്? എന്റെ ആത്മീക വർധനവിന് വേണ്ടിയാണോ, അതോ എനിക്കിപ്പോൾ വിഷയങ്ങളുടെ നടുവിൽ മറുപടി വേണം? നമ്മളെല്ലാവരും, ഞാൻ പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ്. നമ്മളെപ്പോഴും മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് 100 കണക്കിന് പ്രശ്നങ്ങളുണ്ട്. അതില് ആദ്യത്തെ ലിസ്റ്റ് എന്താണെന്നറിയാമോ? മക്കൾ, ഭൗതികം, ശാരീരികം, മാനസികം, ഇതൊക്കെ. എന്നിട്ട് അവസാനത്തെ കാര്യമാണ് എന്തെന്നറിയോ? ആത്മീകം. എന്താ ഈ ആത്മീക വിഷയം അവസാനമാകുന്നത്? കാരണം ഇന്നത്തെ ലോകം അങ്ങനെയാണ് ആത്മീക ഗോളത്തെ ആക്കി വെച്ചിരിക്കുന്നത്. അതിന്റെ തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ അങ്ങനെ ആയിപ്പോയി. അപ്പൊ പരിശുദ്ധാത്മാവ് ഇന്നലെ രാത്രിയിലും എനിക്ക് ഇച്ചിരി ശാരീരികമായ ഇച്ചിരി അസ്വസ്ഥതകളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ രാത്രിയുടെ യാമങ്ങളിൽ എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ലായിരുന്നു. അപ്പൊ രാത്രിയിലെല്ലാം ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പൊ ഈ മെസ്സേജ് പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, വളരെ പ്രതീക്ഷയോടുകൂടെ വാക്തത്വമൊക്കെ കേൾക്കാനിരിക്കുന്ന ജനമാ, അവരോട് ഞാൻ ഈ മെസ്സേജ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ, നീ ആദ്യം കുറവ് പറഞ്ഞു കൊടുക്ക്. ആ ഒരു കുറവ് നികത്തിയ ബാക്കി എല്ലാ ബ്ലെസ്സിങ്സും ഇങ്ങ് പോകുന്നോളൂ. നമ്മൾക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പൊ മഴക്കാലമാണ് നാട്ടില്, നിങ്ങൾക്കറിയാം, ഈ ഓടയിലൊക്കെ ഇലയൊക്കെ കുടുങ്ങിക്കിടക്കും, വെള്ളം വന്നിട്ട് കെട്ടിക്കിടക്കുക. നമുക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം പൊങ്ങുന്നു അല്ലെ വെള്ളം കെട്ടിക്കിടക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ പറയും, മക്കളെ, ഒന്നും ചെയ്യേണ്ട, ആ ഓടയിലുള്ള ആ കരിയിലൊക്കെ ഒന്ന് കുത്തിക്കളഞ്ഞാൽ പെട്ടെന്ന് ആ വെള്ളം അങ്ങ് പൊക്കോളൂ. മനസ്സിലാകുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് ആ തടസ്സം ഒന്ന് മാറ്റാനാ ബുദ്ധിമുട്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എനിക്ക് നൽകിയിരിക്കുന്ന മെസ്സേജ് നിങ്ങളെ എല്ലാവരെയും ആത്മീകപരമായി, ഞാൻ പറഞ്ഞല്ലോ, ആത്മീകപരമായി കർത്താവിനോട് അടുപ്പിക്കുവാനും കർത്താവിന്റെ ഒരു വാണിംഗ് നിങ്ങളെ അറിയിക്കുന്ന ഒരു മെസ്സേജ്. അത് ഞാൻ ആദ്യമേ എന്ന് പറയുക. കാരണം ഭൗതികമായത് ഒന്നും പറയാൻ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഈ തരുന്ന വചനം ഏറ്റെടുത്താൽ ഞാൻ 100% ഉറപ്പ് പറയാം. ഇപ്പൊ പാസ്റ്റർ പറഞ്ഞ പോലെ, പിന്നെ ഏലിയാവ് പ്രാർത്ഥിച്ചു, ക്ഷണത്തിൽ വിടുതൽ നടന്നു. അവിടെയാണ് കുറവ്. അപ്പം ഇന്നത്തെ വചന ചിന്തയ്ക്കായി ദൈവം എനിക്ക് നൽകി തന്ന വചനത്തിലേക്ക് നമുക്ക് കിടക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14 തൊട്ടുള്ള 22 വരെയുള്ള വചനങ്ങളാണ് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ആലോചന. ഞാൻ അതൊന്ന് വായിക്കാൻ ആഗ്രഹിക്കാം. വെളിപ്പാട് 3-ന്റെ 14 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ.
അതിങ്ങനെയാണ് പറയുന്നത്. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായി സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിഴ്ന്ന് കളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയും. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കാം, മാനസാന്തരപ്പെടുക. എനിക്കറിയാം വചനം വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം തോന്നും. പക്ഷെ ഞാൻ ഇപ്പോഴും പറഞ്ഞ പോലെ കർത്താവിന്റെ സന്നിധിയിൽ വചനത്തിന്റെ പ്രത്യേകത അത് ആശ്വാസം തരുന്നത് മാത്രമല്ല, അത് നമ്മളെ കീറും, അത് നമ്മളെ മുറിക്കും, അത് നമ്മളെ തുന്നിക്കെട്ടും, അത് നമ്മുടെ മുറിവുകളെ ഉണക്കുന്നതാണ്. അപ്പൊ ആദ്യം ഇന്നത്തെ വചനം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തന്നത്, പലരും ഇന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചോദ്യം ഇതാ, എന്റെ ജീവിതത്തിൽ മാത്രം എന്താ ഒന്ന് മാറി പ്രശ്നങ്ങൾ, കർത്താവിന് എന്നെ ഇഷ്ടമല്ല. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മാത്രമേ എൻ്റെ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളുള്ളൂ, വേറെ ആർക്കും ഒരു കുഴപ്പമില്ല. ദൈവം എന്നെ ശിക്ഷിക്കുക, ദൈവത്തിന് എന്നോട് ഇഷ്ടമില്ല. ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിയെങ്കിലും ഈ മീറ്റിംഗിൽ കയറുന്നതിന് മുമ്പ് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവാം, നെടുവീർപ്പിട്ടിട്ടുണ്ടാവാം. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ കഷ്ടത വരുന്നത്, പ്രതികൂലം വരുന്നത്, പ്രയാസം വരുന്നത്, പ്രതിസന്ധികൾ വരുന്നത്, മാനസികമായി ഞാൻ തളർന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പറ്റത്തില്ല ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ, ഞാൻ തളർന്നിരിക്കുക, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എൻ്റെ എന്ത് പാപം കൊണ്ടാ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, ആരും സഹായിക്കാനില്ല. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ നിങ്ങളോട് പറയുക, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കാം, മാനസാന്തരപ്പെടുക. അതിന്റെ കാരണം എനിക്ക് ദൈവം തന്ന ആലോചനയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാം. നമ്മളൊക്കെ കർത്താവിനെ അറിഞ്ഞ് നമ്മൾ പറഞ്ഞ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് നമ്മളൊക്കെ ദൈവസഭയുടെ അംഗങ്ങളാണ്. എന്നാൽ ഞാൻ ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ചൊരു കാര്യം, നമ്മൾ ആ ഒരു ലെവലിൽ അങ്ങ് നിന്ന് പോവുക. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ അഭിഷേകം പ്രാപിച്ചു, കുഴപ്പമൊന്നുമില്ല, ഞാൻ മാന്യമായിട്ടൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുക. എന്നാൽ പരിശുദ്ധാത്മാ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞ ദൂത് ഇതാണ്, ഈ ലവോദിക്ക സഭ എന്ന് പറയുന്ന ഈ സഭ ഈ കാലഘട്ടത്തിലെ സഭയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിലെ സഭയ ലവോദിക്ക സഭ. അപ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ് സഭ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് ഈ മെസ്സേജ് പറയുമ്പോൾ ഇത് എന്നെ കൂടെ ഉൾപ്പെടുത്തിയാ പറയുന്നത്. നമ്മൾക്ക് പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. അന്നും ഇന്നും ക്രൈസ്തവർക്ക് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. എന്നാൽ ആരംഭകാലത്തിലെ വിശ്വാസികൾ അവർക്കുള്ളതെല്ലാം വിറ്റ് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവർക്കുള്ളതെല്ലാം വിട്ടു, കാരണം അവർ അതിനെയൊന്നും വിലയുള്ളതായിട്ട് കണ്ടില്ല. അവർ സ്വർഗീയമായതിന് ഏറ്റവും വലുതിനെ കാംക്ഷിച്ചിറങ്ങി. എന്നാൽ ഇന്നത്തെ തലമുറ വന്നപ്പോൾ അങ്ങോട്ട് പോകാവുന്ന കാര്യത്തെക്കുറിച്ച് കേൾക്കുന്ന വലിയ താല്പര്യമുള്ള കാര്യം. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പം വെളിപ്പാട് പുസ്തകം എന്ന് പറയുമ്പോൾ പോലും ചിലരുടെ മുഖം ചുളിച്ചു. കാരണം എന്താ, അവർക്കത് ഇഷ്ടമല്ല. ഞാൻ പറയുന്നത്, നമ്മളിങ്ങനെ മെസ്സേജ് ഒക്കെ പറഞ്ഞുകൊണ്ട് എനിക്കറിയാം, നമ്മൾക്ക് ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ അറിയാം, നമുക്കറിയാം. പക്ഷെ പറയേണ്ട സമയത്ത് പറഞ്ഞേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എല്ലാ സഭയോടും പറഞ്ഞിട്ട് പറയുന്നൊരു വാക്കുണ്ട്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതാണ് ഇന്ന് രാത്രിയിൽ എനിക്കും പറയാനുള്ളത്. പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് എനിക്ക് നൽകി തന്നിട്ട് പറഞ്ഞു, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കാരണം കേട്ടനുസരിച്ചാൽ ചിലരുടെ വീടിനകത്ത് ചില വിടുതലുകൾ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നടക്കും. കാരണം എന്താണെന്നറിയാമോ, പലത് ബ്ലോക്കായി കിടക്കുന്ന തടസ്സം ഇവിടെയാ കിടക്കുന്നത്, അതറിയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എപ്പോഴും പറയും, ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്ത കാലത്തും എനിക്ക് രോഗം വരുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ പണ്ട് ഈ ഇഞ്ചക്ഷൻ പേടിയുള്ളവരായിരിക്കും, മിക്കവർക്കും ഇഞ്ചക്ഷൻ പേടിയാണ്, സർജറി പേടിയാണ്. നമ്മളൊക്കെ ഒരു മുറിവുമായിട്ട് ഡോക്ടറെ അടുക്ക ചെല്ലുമ്പോൾ നമ്മൾ പറയും, ഡോക്ടറെ കുത്തി വെക്കണ്ട, ആ കുത്തി വെക്കാനുള്ള മരുന്ന് തന്നേരും, ഞാൻ കുടിച്ചോളാം എന്ന് പറയും. കാരണം എന്താ, കുത്തി ഇഷ്ടമല്ല, ഞാൻ കുടിച്ചോളാം എന്ന് പറയും. ഇപ്പൊ ഡോക്ടേഴ്സ് പറയും, അത് കുത്തി ഇഞ്ചക്ഷൻ തരേണ്ട മെഡിസിൻ ഇഞ്ചക്ഷൻ തന്നെ തരണം. മനസ്സിലാവുന്നത്? അതുപോലെ തന്നെ പറയും, മുറിവ് വന്ന സിസ്റ്റർ ബാൻഡേഡ് ഇട്ടാൽ മതി, കുത്തിക്കെട്ടണ്ട എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു ഡോക്ടറെ എടുക്കാൻ നിങ്ങൾ ഒരു മുറിവായിട്ട് ഡോക്ടർ ആദ്യം ചെയ്യുന്നത് എന്താ, വന്നോ ഒരു കാര്യം ചെയ്യും, ബാൻഡേഡ് എടുത്തിട്ടേക്കാനാണോ പറയുന്നത്? അല്ല, ആദ്യം ക്ലീൻ ചെയ്യും.
ആൽക്കഹോൾ സ്വാബൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് നീറാൻ തുടങ്ങും. ഈ നീറ്റൽ അങ്ങോട്ട് സഹിക്കാൻ പറ്റുക, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അവർ തുന്നിക്കെട്ടും. അപ്പൊ മുറിവ് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല, മനസ്സിലായി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ ക്ലീൻ ചെയ്യാതെ ഇതിന്റെ പുറത്ത് എത്ര ബാൻഡേഡ് ഇട്ടുകൊണ്ടിരുന്ന സംഭവിക്കുന്നറിയോ, അകത്തോട്ട് മുറിവ് പഴുക്കാൻ തുടങ്ങും. ബാൻഡേഡ് ഇട്ട് ഇന്ന് പലര വിശ്വാസികളും ഒരുപാട് ബാൻഡേഡ് കൊണ്ട് നടക്കുക, മനസ്സിലാകുന്നുണ്ടോ? കുഴപ്പമില്ലെന്ന്, ഇങ്ങനെയൊക്കെ പോയാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, ദൈവം ഉത്തരം തരും. പ്രാർത്ഥിച്ചാൽ മതി, ഉപവസിച്ചാൽ മതി. പക്ഷെ ക്രമീകരിക്കേണ്ടത് ക്ലീനിങ് അകത്ത് കിടക്കുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു, ക്ലീൻ ചെയ്യേണ്ടത് ക്ലീൻ ചെയ്ത് പുറത്തു കളയേണ്ടതിനെ പുറത്തു കളഞ്ഞിട്ട് വ്യവസ്ഥ പ്രകാരം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവദാസൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ ക്ഷണത്തിൽ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കുറവ് എവിടാണ്? ഈ ലവോദിക്ക സഭയിലെ നമ്മൾ തന്നെ, ഈ ലവോദിക്ക സഭയെ വെച്ച് നമ്മളെ തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നമ്മൾ ഈ കാറ്റഗറിയിലുള്ളവരാണ്. എന്താന്ന് ഞാൻ പറയാം. ഈ വചനം ഞാൻ ഇങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഇരുന്ന് ആധികാരികമായി ഈ സഭയെ കുറിച്ച് ഞാനൊന്ന് പഠിച്ചു. ബാക്കിയുള്ള സഭകളെ കുറിച്ചൊക്കെ ഒത്തിരി നന്മ പറയാൻ, ഒരു നന്മയെങ്കിലും പറയുന്നുണ്ട്. എന്നാൽ ഒരു നന്മയും പറയാനില്ലാത്ത സഭയല്ലേ ലവോദിക്ക സഭ. പക്ഷെ നന്മയൊന്നും പറഞ്ഞില്ലെങ്കിലും എനിക്ക് ഒരു വാക്ക് കർത്താവ് ഒരു ആശ്വാസം കൊടുത്തു. എന്താണെന്നറിയാമോ? 19 വാക്യത്തിൽ പറയുക, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. അതിന്റെ അർത്ഥം എന്നാ? മോനെ, എനിക്കറിയാം കുറവുണ്ട്, കുറവ് മാത്രമേ പറയാനുള്ളൂ, എനിക്ക് നിന്റെ പ്രവൃത്തിയൊക്കെ അറിയാം, കുറവേ ഉള്ളു പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ എനിക്ക് ഇന്നും പ്രിയമുള്ളതാ. കാരണം വില കൊടുത്തത് കർത്താവാ. കർത്താവ് അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയത്തില്ല. കുറവ് പറഞ്ഞിട്ട് ഓക്കെ എനിക്ക് നിന്നെ വേണ്ട, പൊക്കോ എന്നല്ല കർത്താവ് പറയുന്നേ, നീ എനിക്ക് പ്രിയമുള്ളതാ. അതുകൊണ്ട് എന്താ ചെയ്യുന്നറിയോ? അതുകൊണ്ടാ ഞാൻ ഇടയ്ക്ക് ഒരു ശാസനയും ഒരു ശിക്ഷണയൊക്കെ തരുന്നത്. ഇതിൽ ഈ ശിക്ഷയും ശാസനയൊക്കെ തരുമ്പോഴും ഞാൻ ഒരു പ്രതീക്ഷ എനിക്ക് നിന്നിലുണ്ട്. എന്താണെന്നറിയോ? നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നു. ഇന്ന് രാത്രിയിൽ 71 ഡിവൈസസ് ഇതിനകത്ത് ഓപ്പണാ. ഈ 71 പേരും ലൈവിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ പരിശുദ്ധാത്മ പറയുക, ഇന്നത്തെ ഈ മീറ്റിംഗും ദൈവം നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നതിന്റെ ഉദ്ദേശം നിന്നെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്ത് ദൈവം ആഗ്രഹിക്കുന്നെന്നറിയോ? മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഈ ലോകത്തിൽ കുറെ നന്മ തന്ന് മക്കളുടെ കല്യാണവും കണ്ട് കൊച്ചുമക്കളുടെ നന്മയും കണ്ട് 2 നില വീടും വെച്ച് ബാങ്കിൽ ഡെപ്പോസിറ്റും ചെയ്ത് വിദേശത്ത് ജോലിയും കിട്ടി ഇവിടെ നിൽക്കുന്നതിനെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്. കർത്താവിന്റെ ആവശ്യം നീ നിത്യത വരണമെന്നുള്ളതാ. പലപ്പോഴും നിത്യതയെ കുറിച്ചുള്ള കാംക്ഷ പലരിലും നഷ്ടപ്പെട്ടു. ഇന്ന് ഇഷ്ടം എന്താണെന്നറിയാമോ? ഈ ഭൂമിയാ. നിങ്ങൾ തന്നെ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊന്നും എടുത്തേ. എത്ര പേർ കർത്താവെ എനിക്ക് ആത്മീകമായി ഒന്ന് വളരണം, എനിക്ക് ശുദ്ധീകരണം പ്രാപിക്കണം, അപ്പ അങ്ങയുടെ വരവടുത്തു, ചുറ്റുമുള്ള സംഭവങ്ങൾ കാണുന്നു, എന്റെ തലമുറ ഒരുങ്ങിയിട്ടുണ്ടോ? പല മാതാപിതാക്കളും എന്നെ വിളിച്ച് വിഷയങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് വിഷയം കിട്ടുന്ന എന്താണെന്നറിയാമോ? മോളെ, മക്കളുടെ ജോലി, മക്കൾക്ക് തലമുറയില്ല, മക്കളുടെ കല്യാണം. വിരലയിൽ എന്നാനുള്ള മാതാക്കളെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, സിസ്റ്ററെ എന്റെ തലമുറയൊന്ന് അഭിഷേകം പ്രാപിക്കാൻ പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ. അവനൊന്ന് കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ പ്രാർത്ഥിക്കണമേ. എന്റെ കുഞ്ഞൊന്ന് അഭിഷേകം പ്രാപിപ്പാൻ, എന്റെ കുഞ്ഞ് വിശുദ്ധിയിലും വേർപാടിലും ജീവിപ്പാൻ, അവന് നിത്യത കിട്ടാൻ പ്രാർത്ഥിക്കണേ എന്ന് കുറച്ച് മാതാക്കളെ എന്നോട് പറഞ്ഞു. ഏറ്റവും കൂടുതൽ എനിക്ക് പ്രയർ റിക്വസ്റ്റ് കിട്ടുന്നത് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ പലപ്പോഴും ഞാൻ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്, കുഴപ്പം കിടക്കുന്നത് എവിടാന്നറിയാമോ? ആത്മീകത്തെ മാറ്റി നിർത്തി ഭൗതികത്തെ എടുത്ത് ദൈവമാക്കി വെച്ചേക്കുകയാ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-7 അധ്യായങ്ങളിൽ കർത്താവ് ഇതിനെ കുറിച്ച് വിശദീകരിച്ചൊരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്ന് നിങ്ങൾ ജാതികളെ പോലെ ചിന്തിക്കരുതെന്ന് ദൈവമക്കളെ ഇന്ന് ഈ മെസ്സേജ് പുറത്തുള്ളവരോട് പറയണമേ എന്ന് പറയുന്നവരോട് ഞാൻ പറയുക, ഇന്ന് ഈ മെസ്സേജ് അകത്തുള്ളവരോടാ പറയേണ്ടത്. കാരണം നമ്മളിപ്പോ ജാതികളെ പോലെ ആയിപ്പോയി. നമ്മൾ ഇന്നും ജൽപ്പനം ചെയ്യുന്നില്ലേ? ഇന്നലെയും പ്രാർത്ഥിച്ചു ജോലിക്ക് വേണ്ടി, ഇന്നും പ്രാർത്ഥിക്കുക ജോലിക്ക് വേണ്ടി. 1 വർഷമായി സെയിം പ്രാർത്ഥനയാ. കർത്താവെ എന്റെ മോന് ജോലി കൊടുക്കണേ, കർത്താവെ എന്റെ മകൾക്ക് ജോലി കൊടുക്കണേ, എന്റെ മോക്ക് വിദേശത്ത് പോകാൻ കുറവ് കൊടുക്കണേ, എന്റെ മോടെ കല്യാണം നടക്കണേ. സെയിം തിങ്ങാ. എന്നാൽ കർത്താവ് പറയും, മക്കളെ നിങ്ങൾ ചോദിക്കുന്നതിന് നിങ്ങളുടെ ആവശ്യം എന്തെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താ? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ തന്നോളാവുന്ന. പ്രശ്നം വന്നത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീകതയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം ആത്മീകതയ്ക്ക് കൊടുക്കാൻ പറ്റാതെ ഭൗതികം എടുത്ത് തലേ കയറ്റി വെച്ചേക്കാം. എന്താ സംഭവിച്ചെന്നറിയോ? ദൈവവുമായിട്ടുള്ള ബന്ധം തലമുറയ്ക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാതാപിതാക്കൾക്ക് വിഷയമല്ല. മറ്റുള്ളവരുടെ മുമ്പിൽ
മക്കൾ വിദേശത്തായിരിക്കണം, മക്കളുടെ കല്യാണം കഴിഞ്ഞോണം, കറക്റ്റ് സമയത്ത് മക്കൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കോണം, മറ്റുള്ളവരുടെ മുമ്പിൽ പറയണം, ഓ ആ വ്യക്തി പ്രാർത്ഥിച്ചത് കൊണ്ട് അവരുടെ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടെന്ന്. ദൈവമക്കളെ, ഈ ഭൂമിയിൽ ഇനി നിങ്ങളുടെ തലമുറയ്ക്കൊന്നും മറ്റുള്ളവർ നേടിയതുപോലെ നേടാൻ പറ്റിയില്ലെങ്കിലും ദൈവ കൃപയുള്ള കുഞ്ഞാണെന്ന് മനസ്സിലാക്കി ഓർത്തോ, അതാ ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എല്ലാ നന്മകളും ഉണ്ടായിട്ട് നിന്റെ തലമുറ നരകത്തിലേക്കാ പോകുന്നതെങ്കിൽ, അമ്മേ അപ്പച്ചാ, ഇത്രയും നാൾ ഉപവസിച്ചതും കരഞ്ഞതും മൊത്തം തലമുറയുടെ ഭൗതിക നന്മയ്ക്കാന്നോർത്ത് പിന്നീട് കരയരുത്. കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോൾ കർത്താവ് കണക്ക് ചോദിക്കും. ഹല്ലേലൂയ. ഈ വചനം ലവോദിക്ക സഭയെ കുറിച്ചും ദൈവം പറഞ്ഞതാ. ആരാ ഈ പറയുന്നേ? ആമേൻ എന്ന് പേരുള്ളവൻ. എന്തോ അതിന്റെ അർത്ഥം? ഈ പറഞ്ഞത് അങ്ങനെ തന്നെയാ, ഒരു മാറ്റവും വരുത്താനില്ല കർത്താവിന്. കർത്താവ് പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ചിന്തിച്ചു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയും. നീ പറഞ്ഞതറിഞ്ഞെന്നല്ല, നീ പെർഫോം ചെയ്തതറിഞ്ഞെന്നല്ല പറയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് വെച്ചാൽ എന്താ? ഈ ലവോദിക്ക സഭ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ സഭയെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സഭ എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ ഒരു ചർച്ച് അല്ല, നമ്മൾ പറഞ്ഞ ബിൽഡിംഗ് അല്ല, നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്ന എത്ര കാര്യം ദൈവത്തിന്റെ പ്രസാദത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്? ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാനും യൂട്യൂബിലും ഒക്കെ മെസ്സേജ്, സൂമിലൊക്കെ മെസ്സേജ് പറയുന്ന ഒരാളാണ്. ഞാൻ പലരും പറയുന്നതും കേൾക്കുന്നതും കാണുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കമന്റുകളൊക്കെ നോക്കും, ചിലപ്പോൾ കാണും. ഞാൻ ചില സമയത്ത് നോക്കാറില്ല. എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം എനിക്കൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് എനിക്ക് ഒരു ആന്റി എനിക്ക് അയച്ചു, ഒരു ആത്മീക മാതാവ്. ആ മാതാവ് അയച്ചെന്നപ്പോ ഞാൻ കണ്ടൊരു കാര്യം. മാതാവ് അയച്ചത് ഇങ്ങനെയാണ്: വാട്സപ്പ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ യൂട്യൂബുകളിൽ ഈ റേറ്റിംഗ് കൂടുന്ന ചാനലുകളെ കുറിച്ചൊക്കെയാണ്. ആത്മീക ചാനലുകളെ കുറിച്ച് പറഞ്ഞ കാര്യം ഇതാണ്. വിടുതലുണ്ട്, വാക്തത്വം ഉണ്ടെന്നുള്ള മെസ്സേജുകൾ മില്യൺസ് ഒക്കെ കടക്കും. മനസ്സിലാകുന്നുണ്ടോ? വാക്തത്വം വരുന്നു, ഇതാ പിടിച്ചോ, പ്രാർത്ഥന മറുപടിയായി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ട്. എന്നാൽ ശുദ്ധീകരണത്തെ കുറിച്ചുള്ള ദൈവിക മെസ്സേജുകൾ 60 പേര് 50 പേരൊക്കെ കാണത്തുള്ളൂ. കാരണം അത് അവർക്ക് ഇമ്പോർട്ടന്റ് അല്ല. നിത്യതയെ കുറിച്ചുള്ള പ്രസംഗം 10 പേര്. മനസ്സിലാകുന്നുണ്ടോ? നിന്നെ വാലല്ല തലയാക്കും. 50,000 60,000 ഒക്കെ കഴിഞ്ഞു. കാരണം ഭയങ്കര ഇഷ്ടം അത് കേൾക്കാൻ. മനസ്സിലായി ഞാൻ ഈ പറയുന്നത്? ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇങ്ങനത്തെ മെസ്സേജുകൾ ദൈവജനത്തിന് ഇന്ന് വേണ്ട. കാരണം നമുക്ക് സ്വർഗത്തെ കുറിച്ച് പ്രസംഗിച്ച സിസ്റ്ററെ, ഇന്ന് സ്വർഗത്തെ കുറിച്ച് പ്രസംഗിക്കല്ലേ, എനിക്ക് നാളെ രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂ ഉണ്ട്, അതിനകത്ത് ദൈവം എല്ലാം ചെയ്യുമോന്ന് പറ. സഹോദര സഹോദരി, നാളെ 10 മണിക്കത്തെ ഇന്റർവ്യൂവിന് നിനക്ക് ജോലി തരണമെന്ന് ദൈവം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് തന്നിരിക്കും. അതിനെക്കുറിച്ച് ഇന്ന് രാത്രി ഇന്ന് എത്ര വറി ചെയ്താലും ഒരു മുടി കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യത്തിൽ കെയർഫുൾ ആയിരിക്കണം, അതിനെക്കുറിച്ച് ആകുലപ്പെടണം. എന്താണെന്നറിയോ ഇവിടെ പറയുന്നത് പോലെ, ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കും. ഏതിനെ കുറിച്ചാന്ന് ഓർത്താന്നറിയാവോ? അതിൽ 21-ാം വാക്യത്തിൽ ഇങ്ങനെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ എന്ത് ചെയ്യും? അവന്റെ കൂടെ വരും. എന്നിട്ട് പറയാ, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അപ്പൊ ഓർക്കണം, ഇന്റർവ്യൂ ജയിച്ച് ജോലി കിട്ടിയാൽ കുഴപ്പമില്ല അല്ലെ, നമുക്ക് സന്തോഷം. എന്നാലേ ആത്മീയ കുളത്തിൽ തോറ്റുപോയുണ്ടല്ലോ, ജയിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ലെന്ന്. അതിനേക്കാൾ ഭയാനകമായ ഒരു വാക്യം ഇതിന്റെ മേളിൽ പറയുന്നുണ്ട്. 16-ാം വാക്യത്തില്, നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും. ഇവിടെ ഇന്റർവ്യൂവിൽ അക്സെപ്റ്റ് ചെയ്തു, നല്ല കമ്പനി ജോലി കിട്ടി. എന്നാൽ കർത്താവ് മേളി എന്ന് പറയാ, സോറി, നിന്നെ ഞാൻ എന്റെ വായി ഉമിണ്ണ് കളയുക. കാരണം നീ ശീതവാനും അല്ല, ഉഷ്ണവാനും അല്ല, ആത്മീക ഗോളത്തിൽ നിൽക്കാൻ യോഗ്യത ഇല്ലാത്തവനാണ്. ദൈവം പറഞ്ഞാലുള്ള അവസ്ഥ ഓർത്ത് നോക്കി. ഉമിണ്ണ് കളയുന്ന പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറയുമ്പോൾ ഇതിന് എത്രത്തോളം പ്രാധാന്യത നിങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണോന്ന് ഇതിനെക്കുറിച്ച് എത്ര പേർക്ക് ജാഗ്രതയുണ്ട്? ഇന്ന് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കും. വീട്ടിൽ വെള്ളം കയറരുത്, സാധനങ്ങൾ നശിച്ചു പോകരുത്. ഇതുപോലെ ഈ വെള്ളപ്പൊക്കം കയറുന്നത് പോലെ ഇന്ന് പലരും ശീതവാനായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്തുവാ? നല്ല എല്ലാം ഉണ്ട്. ഇവിടെ പറയുന്നുണ്ട്, ഞാൻ സമ്പന്നൻ, ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല. യെസ്, ഇന്നത്തെ പെന്തക്കോസ്ത് ഗോളം ഇത് ഓർക്കണം. നമ്മൾ എല്ലാവരും പറയുന്ന ഒരു വാക്കാ, ഞങ്ങൾക്കൊന്നിനും ഇന്ന് മുട്ടില്ല. ഞങ്ങളുടെ അപ്പനും അമ്മയും കരഞ്ഞു, ഇന്ന് ഞങ്ങൾക്കൊന്നിനും മുട്ടില്ല. അതുകൊണ്ട് എന്താ പ്രശ്നം? മുട്ടില്ല. പക്ഷെ ആത്മീകത്തിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ മുട്ടുണ്ടെന്ന്. പക്ഷെ അത് വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല. ദൈവമക്കളെ, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുന്നിടത്ത് എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗമുണ്ട്. ഈ ഇസ്രായേൽ ജനം കനാൻ ദേശത്ത് എത്തുന്നതിന് തൊട്ടു മുമ്പ് ഒരു സ്ഥലത്ത് വന്നവരിങ്ങനെ പാളയടിച്ചവരിങ്ങനെ നിൽക്കുമ്പോൾ യോശുവയുടെ അടുക്ക വന്നിട്ട് ജനം പറയുന്നൊരു വാക്കുണ്ട്. യോശുവ പറയുന്നുണ്ട്, നമ്മൾ അടുത്തു, ഇനി അല്പം കൂടെ ഉള്ളൂ, ദേശം എത്താറായി. അപ്പൊ അന്നത്തെ തലമുറ പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾക്ക് ഇന്ന് ഒന്നിനും ഇവിടെ കുറവില്ല, ഇന്ന് ഞങ്ങൾക്ക് കന്നുകാലികളുണ്ട്,
എല്ലാം ഉണ്ട്. ഇനി ഇവിടുന്ന് പാളയൊക്കെ എടുത്തുകൊണ്ട് കനാനി പോണ്ട കാര്യമുണ്ടോ? ഇന്നത്തെ തലമുറ അതാ പറയുന്നത്. ഇന്ന് എന്തിനാ കുറവ്? വീടിന് വീടുണ്ട്, കാറിന് കാറുണ്ട്, എല്ലാം ഉണ്ട്. ദൈവമക്കളെ, അവര് പറയുകയാ സ്വർഗമോ നിത്യതയോ എന്തോത്തിന്? ഞങ്ങൾക്കിപ്പൊ ഇവിടെ എല്ലാം ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ വീടേ ഒരു സ്വർഗമാണ്. എന്തുവാ? പാപത്തിനകത്ത് കിടക്കുന്ന ആത്മീക ഗോളത്തിലുള്ള തലമുറയ്ക്ക് ഇന്നത്തെ ലോകം ഒരു സുഖകരമായ ലോകം. അവര് പറയുക, ഓ നിത്യതയൊന്നും വലിയ വിഷയമല്ല പാസ്റ്ററെ. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ ഇവിടെ സന്തോഷിച്ച് പൊക്കോളാം. ഇങ്ങനെ ആരെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർത്ത കർത്താവ് പറയാ, മക്കളെ ഉമിണ്ണ് കളയും കേട്ടോ. തമാശയായിട്ട് എടുക്കരുത് കേട്ടോ. ഇന്നത്തെ ദൂത സീരിയസ് ആയിട്ട് പരിശുദ്ധാത്മാ പറയുക, അപ്പച്ച, അമ്മച്ചി, ആന്റി, അങ്കിളെ, സഹോദര, സഹോദരി, ശീതവാനാണോ ഉഷ്ണവാനാണോ എന്ന് ചിന്തിച്ച് ഹല്ലേലൂയ ദൈവത്തിലേക്ക് നിരപ്പ് പ്രാപിക്കാനുള്ള അവസാനത്തെ കോളായിട്ട് ഇന്നത്തെ മെസ്സേജിനെ കണ്ടോണം. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിലേക്ക് ഈ വചനം എത്ര ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുമോ? പരിശുദ്ധാത്മാവ് അത് പറയാൻ ഞാൻ പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ. വളരെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ശക്തമായിട്ട് ഈ മെസ്സേജിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ കർത്താവ് പറഞ്ഞൊരു കാര്യമാ, അക്സ നീ എത്ര പേര് മാനസാന്തരപ്പെട്ട് എത്ര പേര് കൈയടിച്ചു നോക്കണ്ട, ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ അത് മതി കർത്താവിന്. കാരണം കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുകയാ. ഹല്ലേലൂയ. അപ്പ ഞാൻ ശീതവാന ഇന്ന്, എന്നാൽ ഞാൻ ഒരു ഉഷ്ണവാനാകാൻ തീരുമാനമെടുക്കുക. ഇവിടെ പറയുന്ന 3 കാറ്റഗറി ആൾക്കാരുണ്ട്. ഒന്ന് ശീതവാൻ. എനിക്ക് തോന്നുന്നില്ല ഇന്നാരും ഇതിനകത്ത് അറ്റൻഡ് ചെയ്തവർ ശീതവാനാണ്. കാരണം നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണ്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിനെ അറിയാത്തവരല്ല, കർത്താവിനെ അറിയുന്നവരാ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉത്സാഹമുള്ളത്. ഒരു സൂം മീറ്റിംഗ് വരുമ്പോൾ നിങ്ങൾക്ക് കയറാം. ആ കാറ്റഗറി ഞാൻ ഇഷ്ടപ്പെടും. ശീതവാനല്ല, കർത്താവിനെ അറിഞ്ഞവരാ. ഉഷ്ണവാൻ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല തിളച്ച് നിൽക്കുകയാ എന്ന് വെച്ചാൽ കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞ കൂടാൻ, പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ പറഞ്ഞ ആരാധിക്കാൻ, എന്ത് കാര്യത്തിനും എന്റെ കർത്താവിന്റെ നാമം മഹത്വപ്പെടണമെന്നോർത്ത് അല്ലെങ്കിൽ ഞാൻ കുറയണം, എന്റെ കർത്താവ് വളരണമെന്നുള്ള അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അങ്ങനെയുള്ളവരോട് ഒരു പ്രൈസ്തലോട് പറഞ്ഞ മറ്റുള്ളവരും ആത്മാവിലാവും. അങ്ങനെയുള്ള ആന്റിമാരോട് ഒരു പ്രൈസ്തലോട് പറഞ്ഞ നമ്മളും ആത്മാവിലാകും. ചർച്ച വന്നവർ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച ചർച്ച മൊത്തം ആത്മീക അന്തരീക്ഷത്തിലേക്ക് നയിക്കപ്പെടും. അങ്ങനെയുള്ള ഉഷ്ണവാന്റെ കാറ്റഗറി ഉള്ളവരുണ്ട്. ഇനി ഒരു കാറ്റഗറി ഉണ്ട്. അങ്ങനെയുള്ളവരാണ് പകുതി പേര്. മനസ്സിലാവുന്നുണ്ട്? അതാണ് നമ്മൾ ഭയക്കേണ്ട കാറ്റഗറി. എന്താണെന്നറിയോ? ശീതോഷ്ണവാൻ. അത് ഭയക്കണം. മനസ്സിലാവുന്നുണ്ട്? അത് എന്തുകൊണ്ടെന്ന് ഞാൻ കുറച്ചും കൂടെ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 1 കൊരിന്ത്യർ 3-ാം അധ്യായം നമുക്കൊന്ന് വരാം. ഇത് ഏത് കൂട്ടരാ നമുക്കൊന്ന് മനസ്സിലാക്കണമല്ലോ. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഇവിടെ പറയുകയാ, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലോ. ദൈവമക്കളെ, നിങ്ങൾ ഓർക്കരുത്, ഇത് രക്ഷിക്കപ്പെടാത്തവരോടാ പൗലോസ് പറയുന്നത്. ഇത് രക്ഷിക്കപ്പെട്ടവരോടാ പറയുന്നത്. അവിടെ പറയുന്ന പേര് കേട്ടോ. എന്നാൽ സഹോദരന്മാരെ, കൊരിന്ത്യ സഭയോടാ പറയുന്നത്. സഹോദരന്മാരെന്ന് വിളിക്കുന്ന ആരാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ അല്ലെങ്കിൽ കൽപ്പനയൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ നോക്കി പൗലോസ് പറയാം, സഹോദരന്മാരെ, എനിക്ക് ആത്മീകരോട് എന്ന പോലെ അല്ല നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നത്, ജഡീകന്മാരോടെന്ന നിലയിൽ. എന്തുകൊണ്ട് അവരെ അങ്ങനെ അഭിസംബോധന ചെയ്തു? എന്തുകൊണ്ട്? നമുക്കൊന്ന് ചിന്തിക്കാം. അവിടെ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ എത്രയും സംസാരിക്കാൻ കഴിയുന്നു. ക്രിസ്തുവിൽ ശിശുക്കളായവർ എന്ന് വെച്ചാൽ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴും പാലാ ഇഷ്ടം. എന്തുകൊണ്ടാ പാലിഷ്ടം? ഈ പാലെന്ന് പറയുന്നത് എന്തുവാ? വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പം വാഞ്ചിപ്പി. ഈ പാല് കുടിക്കാൻ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമാണ്. നിങ്ങൾ ഈ 6 മാസമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കട്ടിയുള്ള ആഹാരം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവർക്ക് അപ്പോഴും കുപ്പി വിട്ട് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുപ്പിപ്പാലിൽ നിന്ന് മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. എന്തുകൊണ്ട്? പാലാകുമ്പോൾ എളുപ്പമുണ്ട്, പിടിച്ചെങ്കിൽ കുടിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇന്നത്തെ പല ആത്മീകർക്കും അങ്ങനത്തെ പാല ഇഷ്ടം, കട്ടിയുള്ള ആഹാരം. വിശുദ്ധീകരണം, ശുദ്ധീകരണം, ക്ഷമ, മനസ്സിലാകുന്നുണ്ടോ? ക്ഷമിക്കണം, കർത്താവിന് വേണ്ടി സഹിക്കണം, കഷ്ടത, നിത്യത, ഇതൊന്നും ഇഷ്ടമില്ല. പാലിഷ്ടം. എന്താണെന്നറിയോ? വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ, കർത്താവ് മതി. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ ഉപവസിച്ചാൽ മതി. നിങ്ങളുടെ തലമുറയെ ദൈവം വാലല്ല തല. ഞാൻ പറയാം, ഭയങ്കര ഇഷ്ടമാണ് പാല്, ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലാവുന്നില്ല? എന്താ കട്ടിയുള്ള ആഹാരം വരുമ്പോ ഉണ്ടല്ലോ ഇഷ്ടക്കേടാ, ഇഷ്ടപ്പെടത്തില്ല. റീസൺ എന്താണെന്നറിയാമോ? ശിശുക്കളാ. ഇന്ന് മാനസികമായി ശിശു വളർന്നിട്ടില്ല. കാരണം
വളരും തോറും അനേക ദൗത്യങ്ങൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ആത്മീക സഭയ്ക്കുണ്ട്. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്, അത് ചെയ്യാൻ മനസ്സില്ല. ഇവിടെ പറഞ്ഞു വരുന്നു, ഇന്നും നിങ്ങൾ ജഡീകന്മാരാ, നിങ്ങൾ ഇപ്പോഴും കഴിപ്പാറായിട്ടില്ല. എന്നിട്ട് പറയുക, എന്തുകൊണ്ടാ പൗലോസ് ഇത് പറഞ്ഞത്? പൗലോസ് ഈ സഭയെ നോക്കി പറയുക, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലോ. ദൈവജനമേ, സത്യമല്ലേ ഞാൻ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളെ ആരെയും പേഴ്സണലി പരിചയമില്ല. എന്നാൽ ഞാൻ നിങ്ങളിൽ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരിയാണ്. മനസ്സിലാവുന്നത്? ചിലപ്പോൾ നമുക്ക് ആർക്കും പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞെന്ന് വന്നില്ലേലും ക്രിസ്തു എന്ന തലയുടെ ശരീരമാണ് സഭയുടെ ഓരോ അവയവങ്ങളാണ് നമ്മൾ ഇതിനെ സീരിയസ് ആയിട്ട് കാണണം. ഞാൻ ഒരു കാര്യം പറഞ്ഞട്ടെ, നമ്മുടെ ഇടയിൽ ഈർഷ്യയില്ലേ? ഇല്ലെന്ന് പറയരുതേ. ഉണ്ട്, വീടുകളിലുണ്ട് ഈർഷ്യ. ഹല്ലേലൂയ. പിന്നെ പിണക്കമില്ലേ? വീടിനകത്തില്ലേ പിണക്കം? എത്ര അപ്പച്ചന്മാരും അമ്മച്ചിമാരും തമ്മിൽ മിണ്ടത്തില്ലെന്നറിയോ? ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടത്തില്ലെന്നറിയാമോ? സഹോദരങ്ങൾ തമ്മിൽ മിണ്ടത്തില്ലെന്നറിയാമോ? അമ്മായിയും അമ്മായിപ്പനും മരുമക്കളും തമ്മിൽ മിണ്ടത്തില്ലെന്നറിയാമോ? പക്ഷെ ആത്മീയത എന്ന പേര് ചർച്ച വരും, പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ചർച്ച മുന്നിലുണ്ട്, സ്തോത്രകാഴ്ചയുടെ മുന്നിലുണ്ട്, കൺവെൻഷന് മുന്നിലുണ്ട്. എന്നാൽ വീടിന്റെ അകത്ത് പിണക്കമുണ്ട്, ഈർഷ്യയുണ്ട്, വൈരാഗ്യമുണ്ട്. ഹല്ലേലൂയ. മിണ്ടാത്ത വർഷങ്ങളായി പക വെച്ചോണ്ടിരിക്കുന്നവർ സഭയ്ക്കുള്ളിലുണ്ട്. ദൈവം ഇങ്ങനെയുള്ളവരെ വിളിക്കുക ശീതോഷ്ണവാൻ. അർത്ഥം എന്തോ? ഈർഷ്യയും പിണക്കവും വൈരാഗ്യവും ആരില കിടക്കണ്ട? ശീതവാന്റെ കയ്യില, രക്ഷിക്കപ്പെടാത്തവന്റെ കയ്യില. പഴയ മനുഷ്യനെ ക്രൂശിക്കാത്തവനാ ഇതൊക്കെ ഉള്ളത്. എന്നാൽ നമ്മൾ പഴയ മനുഷ്യരെ ക്രൂശിച്ചതല്ലേ, സ്നാനപ്പെട്ടതല്ലേ, പഴയ മനുഷ്യനെ കുഴിച്ചിട്ടില്ലേ? ഇപ്പം ഏത് മനോഭാവം വേണ്ടേ? ക്രിസ്തുവിന്റെ മനോഭാവം, ക്ഷമിക്കാനുള്ള മനോഭാവം, സഹിക്കുവാനുള്ള മനോഭാവം. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും നീക്കണോ. ഇത് ആരോടാ പത്രോസ് പറയുന്നത്? ദൈവസഭയോടാ പറയുന്നത്. ഇന്ന് ഈ മെസ്സേജ് ദൈവസഭയ്ക്കുള്ളിൽ മെസ്സേജ് പറയേണ്ടതാ. ഈ മെസ്സേജ് പുറത്തുള്ളവരോടല്ല. പുറത്തെ ജാതികൾ ഇന്ന് ദൈവസഭകളെ നോക്കി പുച്ഛിക്കുകയാ. കാരണം നമ്മുടെ ഇടയിൽ ഹല്ലേലൂയ കേസുകൾ വരുന്നു, നമ്മുടെ ഇടയിൽ പിണക്കം വരുന്നു. നമ്മൾ ഡിനോമിനേഷൻസ് തമ്മിൽ പോലും മിണ്ടത്തില്ല. IPC-ക്കാര് ചർച്ച് ഓഫ് ഗോഡുകാരോട് മിണ്ടത്തില്ല, ചർച്ച് ഓഫ് ഗോഡുകാർ AG-ക്കാരോട് മിണ്ടത്തില്ല. അങ്ങനെ ഏതെങ്കിലും മീറ്റിംഗിൽ പോയ പിണക്കം. ഇത് എവിടെ നിന്ന് വന്നു? ശീതോഷ്ണവാന്മാരിൽ നിന്ന് വരുന്നു. സഭയ്ക്കുള്ളിൽ ഇന്ന് ശീതോഷ്ണവാന്മാർ കൂടി ഉഷ്ണവാന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഉഷ്ണവാന്മാരുടെ കൂടെ ഇരുന്ന ശീതവാന്മാരും കൂടെ ഉഷ്ണവാന്മാരായി മാറുമായിരുന്നു. ഇന്ന് അഭിഷേകത്തെ ത്യജിക്കുന്ന ഒരു കാലഘട്ടം വന്നു. ഇന്ന് അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നവരെ പുച്ഛിക്കുന്നവർ സഭയ്ക്കുള്ളിലുണ്ട്. ഇന്ന് അന്യഭാഷയെ കളിയാക്കുന്നവർ സഭയ്ക്കുള്ളിലുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവിന് സ്ഥാനം കൊടുക്കാത്തവർ സഭയ്ക്കുള്ളിലുണ്ട്. ഇന്ന് ബുദ്ധിയുടെ പ്രമാണത്തിലേക്ക് അല്ലെങ്കിൽ ദൈവസഭ വന്നേക്കുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവിന് എവിടെയാ സ്ഥാനം? പരിശുദ്ധാത്മാവ് അങ്ങനെ ആത്മാവ് സഭയോട് പറയുക, കർത്താവ് പറയുക, ഞാൻ നിന്നെ ഉമണ്ണ് കളയൂന്ന്. ഭയക്കണം ദൈവമക്കളെ, മടങ്ങി വരാൻ സമയമായി. മാനസാന്തരത്തിന് വേണ്ടി ദൈവം നിങ്ങളെ വിളിക്കുകയാ. ഞാൻ ഏത് കാറ്റഗറി എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ഞാൻ ശീതവാനാണോ അതോ ഞാൻ ഉഷ്ണവാനാണോ? ഞാൻ ആത്മീക കാര്യങ്ങളിൽ എങ്ങനെയാ? ഈ ശീതോഷ്ണവന്മാരെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ വീട്ടിൽ അവർ ശീതവാന്മാരാ. കുടുംബ പ്രാർത്ഥനയില്ല, മനസ്സിലാവുന്നുണ്ടോ? ബൈബിളും വായിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. പക്ഷെ ഞായറാഴ്ച വർഷിപ്പ് ലീഡിയെ മുമ്പിൽ കാണും, കസാര പിടിച്ചിടാൻ മുമ്പിൽ കാണും, കൺവെൻഷൻ അവർ മുമ്പിൽ കാണും. കണ്ടാൽ എന്തോ ഉഷ്ണവാനാന്നറിയാമോ? എന്നാൽ തിരിച്ച് ഞായറാഴ്ച കൊണ്ട് വെക്കുന്ന ബൈബിൾ പിന്നെ പിറ്റേ ഞായറാഴ്ച എടുക്കത്തുള്ളൂ. വീട്ടിലെ ഭാര്യയോടും മക്കളോടും ചോദിക്കണം, അല്ലെങ്കിൽ ഭർത്താവിനോടും മക്കളോടും ചോദിക്കണം, അല്ലെങ്കിൽ മക്കളോട് ചോദിക്കണം അപ്പനും അമ്മയും എങ്ങനെയാന്ന്. അങ്ങനെയുള്ളവർ സാക്ഷ്യം പറയണം, എന്റെ അപ്പനും അമ്മയും ഉഷ്ണവാനാന്ന് പറയണം. എന്നാൽ മക്കള് പറയും, എന്റെ ചേച്ചി ഈ കാണിക്കുന്നൊക്കെ പ്രകടനമാണ്, ഇത് എന്തുവാ കാണിക്കുന്നെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ ഒരു പാസ്റ്റർ വന്ന ഒരു ഉദാഹരണം പറഞ്ഞു. അത് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഹിന്ദിയിലാ പറഞ്ഞത്. ഒരങ്കിള് ചർച്ചിൽ ഭയങ്കര പ്രബോധനം പറയുക. അപ്പൊ ഭാര്യ അവിടെ നിന്ന് പറഞ്ഞെന്ന്, ചർച്ച്മേൻ ദൂതനാണ്, ചർച്ച്മേൻ ദൂതൻ, വീട്ടില് ഭൂതമാണ്. മനസ്സിലാവുന്നുണ്ടോ? ചർച്ചിൽ ഭയങ്കര ദൂതകളൊക്കെ വിളിച്ചു പറയും, ഭയങ്കര അരുളപ്പാട്, ദൈവം എന്നോട് സംസാരിച്ചെന്ന്. പക്ഷെ ഭാര്യ അവിടെ നിന്ന് ഉടനെ അപ്പുറം ഇരിക്കുന്നവരോട് പറയാം, പക്ഷെ വീട്ടിൽ ഭൂതവാ. കാരണം എന്താണെന്നറിയാമോ?
വീട്ടിൽ ഈ ദൂതും വചനമൊന്നുമില്ല. വീട്ടിൽ നേരെ തിരിച്ച ശീതവാന്റെ സ്വഭാവമാണ്. ഈർഷ്യമുണ്ട്, പിണക്കമുണ്ട്, കോപമുണ്ട്, ക്രോധമുണ്ട്. നമ്മുടെ വചനം പറയുന്നു കോപവും ക്രോധവും ഉപേക്ഷിക്കണമെന്ന്. എന്നാൽ ഏറ്റവും കൂടുതൽ കോപവും ക്രോധവും ഉള്ളത് ഇന്ന് ദൈവമക്കളുടെ ഇടയില്ല. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു രണ്ടാമത്തതിന് നല്ല കമന്റാ. ഹല്ലേലൂയ. എല്ലായിടത്തും കയറി ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ബൈബിളിൽ പറയുന്ന പഴയ നിയമത്തിൽ ഒരു കത്തി എടുത്ത് ഒരാളെ കുത്തി കൊന്നാലെ കൊലപാതകത്തുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ സഹോദരനെ നീ നിസ്സാരാന്ന് വിളിച്ചാൽ നീ ഭയക്കണം, അഗ്നി നരകത്തിന് യോഗ്യന. നിസ്സാരാന്ന് വിളിക്കുന്നവർക്ക് അഗ്നി നരകം ഉണ്ടെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ അപ്പൊ അഗ്നി നരകത്തിൽ പോകുന്നവരാരാ? ഇന്ന് ഏറ്റവും കൂടുതൽ യൂട്യൂബിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും നിസ്സാര നല്ല വിളിക്കുന്ന, അതിനും അപ്പുറം നല്ല പേരുകളാ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവദാസന്മാരും ദൈവദാസിമാരും ഒക്കെ കമന്റ് ഇട്ട് കളിക്കുന്നത്. അത് ഭയക്കണ്ടേ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാ പറഞ്ഞ തുറന്ന് ഞാൻ പറയുക, നിങ്ങൾ എനിക്ക് എങ്ങനെ മാർക്ക് ഇടുമെന്ന് എനിക്ക് അറിയണ്ട. ഹല്ലേലൂയ. എനിക്ക് ഒരു കാര്യം അറിയാം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കണക്ക് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചാൽ, ഞാൻ വചനം പ്രമാണിച്ച് ജീവിച്ചാൽ എനിക്ക് നിത്യതയെ പോകാം. എന്റെ നിത്യത നിങ്ങൾക്ക് ഉറപ്പാക്കാൻ പറ്റത്തില്ല. ഭർത്താവിന്റെ നിത്യത ഭാര്യയ്ക്ക് ഉറപ്പാക്കാൻ പറ്റത്തില്ല. ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചാൽ, ഞാൻ വചനപ്രകാരം ജീവിച്ചാൽ എനിക്ക് നിത്യതയെ പോകാം. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്കറിയത്തില്ല നാളത്തെ പ്രഭാതം നിങ്ങൾക്കുണ്ടോന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല. മനസ്സിലാവുന്നുണ്ടോ? എത്ര പേർക്ക് ഉറപ്പ് പറയാൻ കഴിയും നാളെ രാവിലെ ഞാൻ എഴുന്നേക്കുന്നു? കർത്താവ് ഇന്ന് രാത്രി വന്നാൽ എന്തെടുക്കും? എന്റെ ചോദ്യം ഇതാ. കർത്താവ് ഇന്ന് രാത്രി വന്നാൽ ഈർഷ്യയും പിണക്കവും വൈരാഗ്യങ്ങളും, പാരമ്പര്യമായി വരുന്ന വൈരാഗ്യങ്ങളുണ്ട്, കുടുംബമായിട്ട് വരുന്ന അപ്പച്ചന്മാര് തുടങ്ങി വെച്ച വൈരാഗ്യം ഇന്ന് തലമുറകളിലേക്ക് വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കുടുംബങ്ങളിൽ വൈരാഗ്യം നിൽപ്പുണ്ട്. പ്രതികാര ചിന്തയുള്ള തലമുറകളെ എനിക്കറിയാം ദൈവസഭകളിൽ. ഹല്ലേലൂയ. പണത്തിന്റെ ഹുങ്ക് വെച്ച് സംസാരിക്കുന്നവരെ എനിക്കറിയാം. ഞാൻ ഇത് എന്തുകൊണ്ട് പറയുന്നറിയാമോ? ദൈവമക്കളെ, ദൈവത്തെ ഭയപ്പെടണം. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാ. ഇന്ന് കൃപാകാലത്താ നിൽക്കുന്നത്. എന്നാൽ അല്പം കഴിയുമ്പോൾ ഈ പേര് മാറും, കൃപയുടെ യുഗം മാറി. എന്റെ കർത്താവ് നീതിമാനായ ന്യായാധിപതിയായി എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ന്യായാധിപൻ എഴുന്നേൽക്കുമ്പോഴല്ലോ അവനവന് തക്കതായ പ്രതിഫലം കൊടുക്കേണ്ടതിന് നമ്മളെല്ലാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അന്ന് കർത്താവ് നമ്മുടെ പ്രവൃത്തിയെ കുറിച്ച് പറയും. എന്തുവാ പറയുന്നത്? ചർച്ചകാര് പ്രവൃത്തിയെ കുറിച്ച് പറയും. അയ്യോ, ആ കൊച്ചു മിടുക്കിയ, ഫ്രണ്ടിലുണ്ട്, പാടാൻ ഫ്രണ്ടിലുണ്ട്, പ്രാർത്ഥിക്കാൻ ഫ്രണ്ടിലുണ്ട്. എന്ന സഹോദരി, മൺഡേ തൊട്ട് സാറ്റർഡേ വരെ നീ എന്താ? നിന്റെ മുറിക്കുള്ളിൽ നീ ആരാ? ആരും ഇല്ലാത്തപ്പം നീ ആരാ? അതാണ് നീ. മനസ്സിലായോ? ചർച്ചിൽ ഫ്രണ്ടിൽ നിന്നിട്ടുണ്ടോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രസംഗിക്കുന്നുണ്ടോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രസംഗത്തിന് റേറ്റ് ഇട്ടിട്ട് കാര്യമില്ല. നിന്റെ പേഴ്സണൽ ലൈഫിൽ നിനക്ക് പറയാൻ കഴിയുമോ, എനിക്ക് നല്ല മനസാക്ഷിയുണ്ട് എന്റെ കർത്താവുമായിട്ട്, ഞാൻ വിശുദ്ധിയിലാണ് നിൽക്കുന്നത്, ഞാൻ വേർപാടിലാണ് നിൽക്കുന്നത്, ഞാൻ ഉഷ്ണവാന, കർത്താവ് വെറുക്കുന്നതിനെ ഞാനും വെറുക്കുന്നു. ഇത് നേരെ തിരിച്ച ഇന്ന് ആത്മീക കോളത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുക. കുറവ് എവിടാന്നറിയാമോ? ഇന്ന് തലമുറ ശീതവാന്മാരായി പോകുമ്പോൾ അപ്പനും അമ്മയ്ക്ക് അതൊരു പ്രശ്നമല്ല. എന്നാൽ ജോലി കിട്ടാതെ വരുമ്പോൾ, തലമുറയുടെ കല്യാണം നടക്കാതെ വരുമ്പോൾ അമ്മമാർക്ക് ഭയങ്കര സങ്കടമാണ്, വിഷമവാ. എന്റെ തലമുറയുടെ ജോലി, അമ്മച്ചി ഇന്ന് ആ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്തിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ തലമുറ ഉഷ്ണവാന്മാരായി എഴുന്നേൽപ്പിക്കണമേ എന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ സ്റ്റൈല് മാറണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഭൗതികത്തെ കയറ്റി തലയെ വെച്ചേക്കുകയാണ്. ഇത് എത്രത്തോളം പാപമാണെന്നറിയാൻ നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 6ഉം 7ഉം അധ്യായം വായിക്കണം. അതിനകത്ത് കർത്താവ് പറയുക, നിങ്ങൾ ജാതികളെ പോലെ ചിന്തിക്കരുത്. എന്ത് തിന്നും, എന്ത് കുടിക്കും, അയ്യോ എന്റെ കൊച്ചിന്റെ കല്യാണം നടന്നില്ല, 35 വയസ്സായി, 36 വയസ്സായി, അമ്മച്ചി മോന്റെ കല്യാണം ദൈവം നടത്തും. എന്നാൽ കർത്താവുമായിട്ടുള്ള കല്യാണം മോന്റെ നടന്നില്ലെങ്കിലോ? കർത്താവ് മണവാളനായിട്ട് വരികയാണ്. സഭയെ ചേർക്കാൻ വരുമ്പോ സഭയെ ഒരുക്കപ്പെടാത്ത സഭ പോകത്തില്ല. അതിനെക്കുറിച്ച് അമ്മച്ചി അപ്പച്ച ചിന്തിക്കുന്നോ? ഇല്ലെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെടണം, മടങ്ങി വരണം, തലമുറകളോട് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇവിടെ കർത്താവ് പറയുന്ന വാക്ക് നിങ്ങൾ ചിന്തിക്കണം. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനം. രണ്ടിടത്തും ഉണ്ട്. ആത്മീകം പറയുന്നിടത്ത് മുമ്പിലുണ്ട്, എന്നാൽ ലോകം സംസാരിക്കുന്നിടത്തും ഉണ്ട്. രണ്ടിടത്തും ഈ വ്യക്തിയെ കാണാം. ലോകത്തിന്റെ കൂടെയും കാണാം, ലോകത്തിന്റെ കൂടെ കാണാം. ലോകം ഉണ്ട്, ആത്മീയരുടെ മുമ്പിലും ഉണ്ട്. സ്റ്റേജിൽ പ്രാണാനും പ്രസംഗിക്കാനും ഒക്കെ ഉണ്ട്. എന്നാൽ ലോകമുള്ളിടത്തും ഉണ്ട്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതെന്ന് പറയുന്നു, പാപികളുടെ വഴി നിൽക്കരുതെന്ന് പറയുന്നു, പരിഹാസികളുടെ ഇരിപ്പിടത്ത് ഇരിക്കരുതെന്ന് പറയുന്നു. എന്നാൽ ഇവിടെയൊക്കെയും ഉണ്ട് ആത്മീയർ. ഇന്ന് ഉണ്ട്. ദൈവമക്കളെ, മടങ്ങി വരണം, മടങ്ങി വന്നേ പറ്റൂ. ഇത് ഇന്ന് രാത്രി ഞാൻ ആത്മഭാരത്തോടുകൂടി ഈ മെസ്സേജ് പറയുന്നത്.
ഹല്ലേലൂയ. ഞാൻ അനേക യാക്കോബ ഓർത്തഡോക്സ് ക്നാനായ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള അനേകം ആൾക്കാരോട് സുവിശേഷം പറയുമ്പോൾ അവരൊക്കെ എന്നോട് പറയുന്ന ഒരു വാക്കുണ്ട്, സിസ്റ്ററെ ഞങ്ങൾക്ക് ഇത് സത്യമാണെന്നറിയാം, പക്ഷെ പലപ്പോഴും ഇറങ്ങാൻ പറ്റാത്തത് ആത്മീക ഗോളത്തിൽ നിന്ന് പറയുന്നവരുടെ ജീവിതം കാണുമ്പോൾ ലജ്ജ തോന്നുന്നു. ഞാൻ എന്നോടും കൂടെ കൂട്ടിയ പറയുന്ന ദൈവമക്കളെ, നിങ്ങളെ അല്ല, ഞാൻ എന്നോടും കൂടെ കൂട്ടിയ ചോദിക്കുന്നത്. ഉഷ്ണവാനാണെങ്കിൽ ഉഷ്ണവാനായി തന്നെ ജീവിക്കണം, മരണ പര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ജീവകിരീടം കിട്ടുമെന്നാ സ്നാനപ്പെട്ട് കയറാൻ നേരത്ത് പറഞ്ഞത്. എത്ര പേര് ആ വാക്ക് ഓർമ്മയുണ്ട്? നമ്മൾ വിശ്വസ്തരാണോ? നമ്മളെ വിളിച്ച വിളിക്ക് നമ്മൾ വിശ്വസ്തരാണോ? അതാ ഞാൻ പറഞ്ഞല്ലോ, വല്ലപ്പോഴും ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്നവരല്ല, എപ്പോഴും ഏത് നിമിഷവും വീട്ടിൽ പേഴ്സണൽ ലൈഫിൽ ഓർക്കണം. പേഴ്സണൽ ലൈഫാണ് ഇന്നത്തെ നിങ്ങളുടെ സ്കെയില്. നിങ്ങൾ എന്തിന്റെയും സ്ഥാനമാനങ്ങളിലായിരിക്കാം, എന്നാൽ കർത്താവ് നോക്കുന്നത് എന്ത് സ്ഥാനമാണെന്നല്ല. കർത്താവ് നോക്കുന്ന കർത്താവിന്റെ വിശുദ്ധിയിലും വേർപാടിലും നിങ്ങളുടെ സ്കെയിൽ എവിടാണ്. ഹല്ലേലൂയ. ഏത് നിലപാടാണ് നിങ്ങൾ എടുക്കുന്നത് ആത്മീക വിഷയങ്ങളിൽ? നിങ്ങൾ ആത്മീകനാണെങ്കിൽ ഇന്നത്തെ സഭ പോകുന്ന രീതി നിങ്ങൾ പോകത്തില്ല. നിങ്ങൾ പറയും പാസ്റ്ററെ, അല്ലെങ്കിൽ ദൈവവിശ്വാസി, അല്ലെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ അനീതി കണ്ടാ പറയും വചനപ്രകാരം ഇത് തെറ്റാ. ഇന്ന് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ തലമുറകളെ തിരുത്താൻ പറ്റത്തില്ല? തലമുറ തിരിച്ച് എന്ന് ചോദിക്കും. തലമുറ തിരിച്ചു നിന്ന് നമ്മളോട് ചോദിക്കും, കാരണം നമ്മൾ ഉഷ്ണവാനല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മാനസാന്തരപ്പെടണം. ഇല്ലെങ്കിൽ ഈ വാക്യം, ഞാൻ എപ്പോഴും ഈ ദിവസങ്ങളിൽ ഞാൻ ഈ മെസ്സേജ് പറയുന്നൊരു കാര്യമാണ്, ഈ വചനം നിങ്ങളുടെ എവിടെയെങ്കിലും അലമാരിയുടെ ഗ്ലാസ്സിൽ എവിടെയെങ്കിലും ഒക്കെ എഴുതിയിട്ടണം. എന്തോ അറിയോ? ശീതവാനോ ഉഷ്ണവാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഉമിണ്ണ് കളയും എന്നുള്ള വാക്യം. വാക്തത്വങ്ങൾ എഴുതിയാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനെ നമ്മളെ ഒന്ന് റിമൈൻഡ് ചെയ്യുന്ന ചില റിമൈൻഡേഴ്സ് എഴുതിയിടുന്നത് നല്ലതാണ്. മനസ്സിലായോ? ദൈവ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനോ ഒന്ന് എഴുതിയിടുന്നത് നല്ലതാണ്. മനസ്സിലാവുന്നുണ്ടോ? മക്കള് ടി വി കാണുന്നതിന്റെ മുമ്പിൽ ഈ വാചനം ഒന്ന് എഴുതിയിടണം. നീ ശീതവാനും അല്ല ഉഷ്ണവാനും അല്ലെന്ന് പറയുന്നിടത്ത് നിന്നെ ഞാൻ ഉമിണ്ണ് കളയുന്നു, ആ വാക്യം അവിടെ എഴുതണം. എന്നിട്ട് ചിന്തിക്കണം, ടി വി ഇരുന്ന് കാണണോ വേണ്ടയോ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവാത്മാവ് പറഞ്ഞു അതുപോലെ പറയോ? മണിക്കൂറുകൾ ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്ന അമ്മച്ചിമാരെ, ആന്റിമാരെ, സീരിയൽ കാണുന്ന ആന്റിമാരെ, അവിടെ എഴുതിയിടണോന്ന്. നീ ശീതവാനാണോ ഉഷ്ണവാനാണോ? കർത്താവ് പറയോ നിന്നെ ഞാൻ ഉമിണ്ണ് കളയൂന്ന്. അത് എഴുതിയിടണം ടി വിയുടെ മുകളിൽ. ഭയക്കണം ദൈവത്തെ, മടങ്ങി വരണം ദൈവസഭ. കർത്താവിന്റെ വരവെടുത്തു. ഇന്ന് തലമുറയുടെ കല്യാണത്തിനും തലമുറകളുടെ ജോലിക്കും വിദ്യാഭ്യാസത്തിനും സ്ഥാനം കൊടുക്കുന്ന അമ്മച്ചി ഇന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ ലിസ്റ്റ് മാറ്റിയിട്ട് എന്റെ തലമുറ മാനസാന്തരപ്പെടണം, അവർക്ക് ദൈവവുമായിട്ടൊരു ബന്ധം വേണം, ദൈവം അവരോടൊന്ന് സംസാരിക്കണം, അപ്പാ എന്റെ തലമുറയൊന്ന് മടക്കി വരുത്തണമേ. അവൻ ഇന്ന് ശീതവാനായിട്ടാ പോകുന്നത്. ആത്മീക കാര്യത്തിൽ അവൻ ഒരു ഉത്സാഹവുമില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥിക്കത്തില്ല, വചനം പറയാൻ പറഞ്ഞ വചനം വായിക്കത്തില്ല. കർത്താവ് എന്റെ കുഞ്ഞിനെ ഒന്ന് ഉഷ്ണവാനാക്കണേ എന്ന് പ്രാർത്ഥിക്കുക ദൈവമക്കളെ. നിങ്ങൾ ആത്മീക കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുക. പണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളർന്നത് ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ്. എന്നാൽ എന്റെ മമ്മി യാക്കോബ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസി വന്നൊരു മാതാവ്. ഞാനൊരു ഗുണം പറയാം, എന്റെ മമ്മി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ആത്മീക കാര്യങ്ങളിൽ. എന്റെ മമ്മി വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞേ ഉള്ളൂ എന്തും. ഒരു പ്രാർത്ഥന മുടക്കിപ്പിക്കത്തില്ലായിരുന്നു. 10th മെയിൻ എക്സാം നടക്കുമ്പോൾ പോലും ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന മുടക്കത്തില്ല, കുടുംബ പ്രാർത്ഥനകളിൽ കൊണ്ടുപോകായിരുന്നു. കുടുംബ പ്രാർത്ഥന ചെയ്യാതെ ഭക്ഷണം തരത്തില്ല. അന്നൊക്കെ ചിലപ്പോ ദേഷ്യം തോന്നും, മമ്മി എന്തോ ഇങ്ങനെ, എന്തോ ഇത് ഇന്ന് കഴിച്ചെന്നോർത്ത്. പക്ഷെ മമ്മി പറയുന്നൊരു കാര്യമുണ്ട്, മക്കളെ, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അത് കഴിഞ്ഞിട്ട് മതി ഈ ശരീരത്തിന് കൊടുക്കേണ്ടതൊക്കെ. അത് കഴിഞ്ഞു മതി പഠിത്തം, അത് കഴിഞ്ഞു മതി എന്തും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഇന്ന് അതിന്റെ മഹത്വം മനസ്സിലാക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് അമ്മമാരെങ്ങനെയാ? അയ്യോ കൊച്ചിന് ട്യൂഷൻ ഉണ്ട്, കൊച്ചിന് എക്സാം ഉണ്ട്, അമ്മയും കൂടെ വീട്ടിൽ ഇരിക്കോ കൊച്ചിന്റെ കൂടെ? പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല. നമുക്ക് സൂമിൽ അറ്റൻഡ് ചെയ്യാം, ചർച്ചിൽ പോണ്ട. എന്തുകൊണ്ട്? അയ്യോ മോൻ എക്സാമാണ്, അയ്യോ കൊച്ചു എൻട്രൻസ് കോച്ചിങ്ങിന് പൊക്കോണ്ടിരിക്കുക, അയ്യോ ഇന്ന് നാളെ ഞാൻ ചർച്ച വരത്തില്ല കേട്ടോ, കൊച്ചിന്റെ കൂടെ എക്സാമിന് പോവുക, കൊച്ചിന്റെ കൂടെ വീട്ടിൽ ഇരിക്കുക അപ്പൊ പഠിക്കാൻ. ദൈവമക്കളെ, കാഴ്ചപ്പാട് മാറിപ്പോയി കേട്ടോ, കാഴ്ചപ്പാട് മാറിപ്പോയി. പണ്ടത്തെ അമ്മച്ചിമാർക്ക് അറിയാവുന്ന ഒരു കാര്യം, പ്രായമുള്ള പലരും എന്നെ കേൾക്കുന്നോണ്ട് ചോദിക്കുക, അന്നത്തെ കാലത്തിലെ പെന്തക്കോസ്ത് എന്തായിരുന്നു? വിശുദ്ധിക്ക് വേണ്ടി നിന്നൊരു പെന്തക്കോസ്ത്, വേർപാടിന് വേണ്ടി നിന്നൊരു പെന്തക്കോസ്ത് ഉണ്ടായിരുന്നു. അന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും സഭയ്ക്കുള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു. അന്ന് അന്യ ഉപദേശങ്ങളില്ലായിരുന്നു. അന്ന് എല്ലാവർക്കും ഐക്യതയായിരുന്നു. എല്ലാവരും എല്ലാം പൊതുവകയെന്നെണ്ണി. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇന്ന് സഭയ്ക്കുള്ളിലുള്ളവർ കഷ്ടപ്പെടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ നമ്മൾ പറയുന്ന വാക്കെന്താ? പ്രാർത്ഥിക്കാം.
പണ്ടുള്ളവർ അങ്ങനല്ല. പ്രാർത്ഥിക്കാന്ന് പറയുന്നതിന് മുമ്പ് അവർ ചെയ്യുന്നതിന് അറിയോ, എന്തോ പ്രശ്നം, എന്താ വീട്ടിൽ ഭക്ഷണം ഇല്ല, വാ നമുക്കുള്ളതൊക്കെ കൂട്ടി കഴിക്കാം, എല്ലാം അങ്ങോട്ട് കൊടുക്കും. അന്നില്ല, അന്ന് ഇതില്ലായിരുന്നു, ഗ്രൂപ്പിസം ഇല്ലായിരുന്നു. ഇവിടെ ഞാനിപ്പം വായിച്ച 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ എന്തുണ്ട്? ഗ്രൂപ്പിസം ഉണ്ട്. അവിടെ പറയുന്നുണ്ട്, നീ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, നീ പൗലോസിന്റെ പക്ഷക്കാരൻ. ഗ്രൂപ്പിസം വന്ന് ചർച്ചിനുള്ളിൽ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ജഡീകന്മാരായി പോയി, ജഡീകന്മാരായി പോയി. ഇന്ന് ദൈവസഭ ഏതാ, ജാതികൾ ഏതാന്ന് അറിയത്തില്ല, അതുപോലെ ആയിപ്പോയി. ഞാൻ അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് ദൂത് പറയുക. വീണ്ടും ഞാൻ വചനം ഒന്ന് വായിക്കാം. നമുക്ക് വെളിപ്പാട് പുസ്തകം അധ്യായം ഒന്ന് എടുത്ത് അതിനകത്ത് നിങ്ങൾ വായിക്കേണ്ട വചനം ഇങ്ങനെയാണ്. അവിടെ പറയുക, നീ സമ്പന്നൻ. നമ്മൾ പറയാം, ഞാൻ സമ്പന്നനാ, എനിക്കിപ്പോ ഒന്നിനും കുറവില്ല, എനിക്കൊന്നിനും മുട്ടില്ല ഇന്നൊക്കെ പറയുന്നവരോട് കർത്താവ് പറയുക, മോനെ, നിന്റെ കാഴ്ചപ്പാടിൽ നീ ഭയങ്കര സമ്പന്നനാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ഞാൻ നോക്കുമ്പോ ഉണ്ടല്ലോ, വിളിക്കുന്ന പേരെന്താന്ന് കേൾക്കണേ, നിർഭാഗ്യവാൻ. ശരിയല്ലേ? നിർഭാഗ്യവാൻ ആരെയാ വിളിക്കുന്നത്? ഇപ്പൊ ഒരാള് ലോട്ടറി അടിച്ചു, നമ്മൾ എന്തു പറയും? ഹോ, ഭാഗ്യവാൻ. ചിന്തിച്ചു നോക്കിക്കേ, ലോട്ടറി അടിച്ചു, നല്ല കാര്യമായിരുന്നു, പക്ഷെ ലോട്ടറി ടിക്കറ്റ് കയ്യിൽ നിന്ന് നഷ്ടമാക്കി കളഞ്ഞു. ഒന്ന് ഓർത്തു നോക്കുക മനുഷ്യനെ. കെയർലെസ് ആയിപ്പോയി. കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ എല്ലാരും കോടീശ്വരൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, പേര് കോടീശ്വരൻ എന്നാ, പക്ഷെ എന്ത് ചെയ്തു? ലോട്ടറി ടിക്കറ്റ് നഷ്ടമാക്കി കളഞ്ഞു. കെയർലെസ് ആയിപ്പോയി, ഓർത്ത് ഇവിടെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയില്ല. അവനെ എന്തോ നമ്മൾ വിളിക്കുന്നത്? നിർഭാഗ്യവാൻ. ഇല്ലേ? ഇതുപോലെയാണ് നമ്മൾ. നിത്യത നമുക്ക് കിട്ടി. കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷയായി സ്വീകരിച്ച് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. കർത്താവിനെ സ്വീകരിച്ച് നമ്മളെല്ലാവരും നിത്യതയുടെ അവകാശമില്ല, കർത്താവിന്റെ മക്കളാ, കർത്താവിന്റെ മണവാട്ടിയായി, ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ജീവിതം മുന്നോട്ട് പോയപ്പോ എന്ത് പറ്റിയെന്നറിയാവോ? കയ്യിൽ നിന്ന് പിടിവിട്ട് പോയി. ക്രിസ്ത്യ ജീവിതം കയ്യിൽ നിന്ന് പോയി, പാപത്തിലേക്ക് വീണുപോയി. അങ്ങനെയുള്ളവരെ നോക്കി ദൈവം വിളിക്കുക, നിർഭാഗ്യവാൻ. നിങ്ങളെ എന്താ ഇന്ന് കർത്താവ് വിളിക്കുന്നത്? ഭാഗ്യവാൻ എന്നാണോ, നിർഭാഗ്യവാൻ എന്നാണോ? അടുത്ത വാക്ക് അരിഷ്ടൻ. ദൈവമക്കളെ, ഇത് പുറത്തുള്ളവരോടല്ല, സഭയോട് പറയുക. ലവോദിക്ക സഭയോട് പറയുക. ശീതവാനും അല്ല ഉഷ്ണവാനും അല്ലാത്ത കാറ്റഗറികളോട് പറയുക, മോനെ, നീയേ നിർഭാഗ്യവാനാ, നീ അരിഷ്ടനാ. പിന്നെ പറയാ ദരിദ്രൻ. അയ്യോ പാസ്റ്റർ അങ്ങനെ പറയല്ലേ, അയ്യോ കർത്താവെ അങ്ങനെ പറയല്ലേ, എനിക്ക് നാട്ടിലും വീടുണ്ട്, അമേരിക്കയിലും വീടുണ്ട്, UK-യിലും വീടുണ്ട്, എനിക്ക് എത്ര സെന്റ് സ്ഥലം ഉണ്ടെന്ന് അറിയാമോ? കർത്താവ് പറയും, മോനെ, അതൊക്കെ ഉണ്ടല്ലോ, ഒറ്റ ഭൂമി കുലുക്കം മതി ഇതൊക്കെ തീരാൻ. ഒരു വെള്ളപ്പൊക്കം വന്നാൽ മതി, തീരാനുള്ളതേ ഉള്ളൂ. അപ്പൊ എന്താണെന്നറിയോ? നേരെ ധനവാൻ എന്തായി മാറുന്നറിയോ? ദരിദ്രനായി തീരും. മനസ്സിലായോ? ദരിദ്രൻ. പിന്നെ പറയുക നഗ്നൻ, കുരുടൻ. ഓർത്ത് എന്തൊക്കെ പേരാ. പക്ഷെ നമുക്കിവിടെ കർത്താവിനോട് പറയാൻ കുറെ പേരുണ്ട്. ഈ കർത്താവെ, ഞാൻ ഉഷ്ണവാനാന്ന് നമുക്ക് കാണിക്കാം. എന്തുവാ? ഞാൻ കൗൺസിലുണ്ട്, ഞാൻ സൺഡേ സ്കൂളിന്റെ ഡയറക്ടറാ, ഞാൻ PYPയുടെ ഇന്നയാളാ, ഞാൻ ഇന്ന ഫുൾ ഏരിയയുടെ വലിയ ആളാ, ഇതൊക്കെ നമുക്ക് പറയാം. പക്ഷെ കർത്താവ് പറയും, നല്ല കാര്യം, നല്ല കാര്യം. പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്. കർത്താവ് അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണ് വെച്ച് നമ്മുടെ പ്രവൃത്തി, ഇവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നെന്ന്. പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ കർത്താവ് പറയുക, നാട്ടിൽ വലിയ പുള്ളിയാ, അല്ലെങ്കിൽ വലിയ ചർച്ചിന്റെ വലിയ ആളായിരിക്കാം, പക്ഷെ കർത്താവ് വിളിക്കൂ അരിഷ്ടൻ, നഗ്നൻ, ദരിദ്രൻ, കുരുടൻ, നിർഭാഗ്യവാൻ. എന്തുകൊണ്ട്? വേണ്ടതിനെ കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെട്ടു. എന്തൊക്കെയാ നഷ്ടപ്പെട്ടു പോയെന്ന് ഞാൻ പറയാം. ഇവിടെ പറയുന്നുണ്ട്, എന്തുവാ നഷ്ടപ്പെട്ടു പോയത്? നീ സമ്പന്നനാകേണ്ടതിന്. അപ്പം സമ്പന്നനല്ല, അപ്പൊ എന്തോ നഷ്ടപ്പെട്ടെന്ന് അവിടെ പറയുന്നുണ്ട്. ഊതിക്കഴിച്ച പൊന്നും, തീയിൽ ഊതിക്കഴിച്ച പൊന്ന് നീ എന്നോട് വിലക്ക് വാങ്ങണം. എന്തോ തീയിൽ ഊതിക്കഴിച്ച പൊന്ന്? ദൈവവചനം. എവിടെ അത് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? സങ്കീർത്തനങ്ങൾ 18:30 ഇങ്ങനെ പറയുന്നു, വചനം എന്ന് പറയുന്ന ഊതിക്കഴിച്ച പൊന്നു പോലാണ് വചനം. ദൈവമക്കളെ, നിങ്ങളോട് തന്നെ ഇന്ന് ചോദിക്കണം, ഇന്ന് രാവിലെ തൊട്ട് ഈ രാത്രി വരെയുള്ള സമയങ്ങളിൽ നിങ്ങളിൽ എത്ര പേർ ഒരു 5 മിനിറ്റ് ബൈബിൾ വായിച്ചിട്ടുണ്ട്? ഉഷ്ണവാനാണോ ശീതവാനാണോ എന്ന് ഇപ്പൊ അറിയാം. രാവിലെ എഴുന്നേറ്റ് ഇത്രയും നേരം ഉണ്ടായിരുന്നു, ഞാൻ 5 മിനിറ്റ് എന്ന് നിങ്ങളോട് ചോദിക്കും, ഇന്ന് എത്ര പേർ സങ്കീർത്തനം എടുത്ത് വായിച്ച കാര്യമല്ല ചോദിക്കുന്നത് കേട്ടോ. കാരണം രാവിലെ നമുക്കൊരു പ്രശ്നമുണ്ട്. പെന്തിക്കോസ് നമുക്ക് ഒരു നമ്മൾ പറഞ്ഞാൽ ഒരു റൂട്ടീൻ ഉണ്ട്. എന്താണെന്നറിയോ? രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കണം, മുഖമൊക്കെ ഒന്ന് കഴുകണം, കാപ്പി കുടിക്കണം. കാപ്പി കുടിച്ചെങ്കിൽ ബൈബിൾ വായിക്കണം. ഈ ബൈബിൾ വായിച്ചില്ലെങ്കിൽ ശരിയല്ല. അതുകൊണ്ട് നമ്മൾ ബൈബിൾ വായിക്കുന്നു. ആ ബൈബിൾ വായനയുടെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. എനിക്ക് കർത്താവിന് ഇന്ന് എന്താ എന്നോട് പറയാനുള്ളത്? എന്റെ ജീവിതത്തിൽ എന്താ കറക്റ്റ് ചെയ്യാനുള്ളത്? വചനം എന്ന് പറയുന്ന കണ്ണാടിയാണ്.
നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി നോക്കുന്നതിന് മുമ്പ് എത്ര പേര് വചനം എന്ന കണ്ണാടി നോക്കി? എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കറയുണ്ടോ, ചുളുക്കമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? 5 മിനിറ്റ് ഇന്ന് ദൈവ വചനം തുറന്ന് അതിന്റെ മുമ്പിൽ ഇരുന്ന് എത്ര പേരുണ്ട്? കൈയൊന്നും വെക്കണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ തന്നെ ചിന്തിക്കുക. അപ്പൊ വചനം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാ ദരിദ്രൻ എന്ന് വിളിച്ചത്. ധനവാനാകണമെങ്കിൽ എന്ത് വേണം? നീ സമ്പന്നനാകേണ്ടതിന് എന്ത് ചെയ്യണം? വചനം വേണം. വചനത്തിൽ സമ്പന്നതയാണ്. എന്നാൽ വചനത്തിൽ പോയി. ഞാൻ ഈ വചനത്തിന്റെ സമ്പന്നതയെ കുറിച്ച് നിങ്ങളെ ഒരു കാര്യം ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയുന്നു. ഞാൻ ഇന്ന് ഇവിടെ ഞങ്ങൾ അമേരിക്കയിൽ വന്ന സമയത്ത് ഞാൻ കണ്ട ഒരു കാര്യം, ഇവിടെ ഇപ്പൊ ഒരുപാട് മുസ്ലിം ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ ഈ രാജ്യത്ത്. ഞാൻ ഒരുപാട് യൂത്ത് കോളേജ് കുഞ്ഞുങ്ങളുമായിട്ട് ഒരുപാട് ഇങ്ങനെ മിങ്കിൾ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ട ഒരു കാര്യം, ഈ കുഞ്ഞുങ്ങൾ പലപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, പല ചോദ്യങ്ങൾ. ചേച്ചി, തൃത്വത്തെ എങ്ങനെയാ തെളിയിക്കേണ്ടത്? ഒന്നും ഓർക്കണേ, കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാ, 16 17 വയസ്സുള്ള കുഞ്ഞുങ്ങളാ. ഇവര് സൺഡേ സ്കൂളിൽ ഭയങ്കര ആക്റ്റീവാ സഭയിൽ. മനസ്സിലാകുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ നിങ്ങളൊക്കെ? തൃത്വം എങ്ങനെയാ തെളിയിക്കുന്നത്? യേശു ദൈവം എന്ന് എവിടാ പറഞ്ഞിരിക്കുന്നത്? മനസ്സിലായോ? മുസ്ലിങ്ങൾ പറയുന്നു, എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് 3 ദൈവങ്ങളുണ്ട്, അപ്പൊ നിങ്ങൾ തെറ്റാ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, മോൾ എന്താ മറുപടി പറഞ്ഞേ? എനിക്ക് എന്താ മറുപടി പറയേണ്ടെന്ന് അറിയത്തില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എന്നാൽ നിങ്ങളൊരു മുസ്ലിമിനോട് സംസാരിച്ച് നോക്കിയേ, അവർക്ക് അവരുടെ ഖുർആൻ അരച്ച് കലക്കി അറിയാം, അവർക്ക് പിടിച്ചു നിൽക്കാൻ അറിയാം. എന്തുകൊണ്ടെന്നറിയോ? അവരവരുടെ തലമുറകളെ ചെറിയ പ്രായം തൊട്ട് മേക്ക് ഷുവർ ചെയ്യും അവർക്ക് ഖുർആൻ അറിയാമെന്ന്. ദൈവമക്കളെ, ഞാൻ ഇന്ന് ഇത് പറയുന്നതിന്റെ റീസൺ, നമ്മുടെ തലമുറ ഇന്ന് സമ്പന്നരല്ല. ദൈവവചനത്തിൽ ആകെ അവർക്കറിയാം, ആദാമിനെ അറിയാം, ഹവ്വായെ അറിയാം, അബ്രഹാമിനെ അറിയാം, ഇസാക്കിനെ അറിയാം, കഥകൾ അറിയാം. പക്ഷെ നിങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ തലമുറകളെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ ഏൽപ്പിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, വീട്ടിൽ വചനം പഠിപ്പിച്ചു കൊടുക്കണം. എന്താ ട്രിനിറ്റി, എന്താ നമ്മുടെ ഏക സത്യ ദൈവമെന്ന് എന്തുകൊണ്ട് നമ്മൾ പറയുന്നു? യേശു ക്രിസ്തു എവിടെയാ ദൈവമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇത് വീട്ടിൽ പഠിപ്പിക്കണം. നമ്മൾ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ വചനത്തിൽ ന്യായപ്രമാണത്തിൽ പറയുന്ന ഒരു കാര്യം, അപ്പന്മാരോട് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, നീ നിന്റെ ഈ ന്യായപ്രമാണം ആരോട് പറയണം, പഠിപ്പിക്കണം? നിന്റെ മക്കളെയും മക്കളെയും അവരുടെ തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കണമെന്ന്. ഇന്ന് എത്ര കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയിൽ ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട് തലമുറകളെ. ഒരു പാട്ട് 4 വരി പാടും, കൊച്ചു പ്രാർത്ഥിച്ചു, വലിയപ്പച്ച പ്രാർത്ഥിച്ചു, ഓക്കെ, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു, എഴുന്നേറ്റ് പോയി, കഴിഞ്ഞു. പേരിന് വേണ്ടി ചെക്ക് ലിസ്റ്റാ. പ്രാർത്ഥിച്ചു, ബൈബിൾ വായിച്ചു, അത് ഒരു പ്രോഗ്രാം പോലെ ആയിപ്പോയി. എന്നാൽ എത്ര പേര് ഇത് ഉത്തരവാദിത്വത്തോടെ തലമുറകളെ വചനം പഠിപ്പിക്കുന്നുണ്ട്? അതാ ഞാൻ പറഞ്ഞേ, അപ്പച്ചനോ അമ്മച്ചിക്കും ഇഷ്ടം മക്കള് എത്രത്തോളം ഉയരത്തിൽ സാമ്പത്തികമായി എത്തുന്നുണ്ടെന്നുള്ളതാ. എന്നാൽ വചനത്തിൽ സമ്പന്നരാണോ? കർത്താവ് പറയാം, നീ വചനത്തിൽ സമ്പന്നനല്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ തീയിൽ ഊതിക്കഴിച്ച പൊന്നും കണ്ട് നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും. അപ്പൊ എന്തോ ഇപ്പൊ പറ്റുന്നത്? നഗ്നത ഇപ്പൊ വെളിവായിക്കൊണ്ടിരിക്കുക. എന്തോ ഈ നഗ്നത വെളിവാകാന്ന് പറഞ്ഞേ? ഇന്ന് ദൈവസഭയുടെ നഗ്നത പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുവല്ലേ? ദൈവസഭയ്ക്കുള്ളിൽ നടക്കുന്ന അശുദ്ധി പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ ഇടയിൽ തന്നെ ആൾക്കാരുണ്ട് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ട് കാണിക്കാൻ, അവിടെ തല്ലി നടക്കുന്നു, ഇവിടെ ബഹളം നടക്കും. ഞാൻ ഇത് തുറന്ന് പറയുക, ഞാൻ പറഞ്ഞല്ലോ, മറച്ചു വെക്കേണ്ടതല്ല, ഇത് തുറന്ന് സംസാരിക്കേണ്ടതായ ആലോചന. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മൾ പോലും ചിന്തിക്കുന്നില്ല, ഞാൻ എൻ്റെ സഹോദരന്റെ നേരെ ഇത് പറയുന്നെന്ന്. മനസ്സിലായോ? ഞാൻ എൻ്റെ സ്വന്തം അവയവം, ഞാൻ ഇപ്പോഴും എക്സാമ്പിൾ സഹിതം പറഞ്ഞു കൊടുക്കും. വലം കൈയും ഇടം കൈയും ഇത് രണ്ടും ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാണ്. എന്നാൽ ഈ വലം കൈ അറിയുന്നില്ല, സ്വന്തം ശരീരത്തിൽ ഇടം കൈക്ക് നേരെയാണ് ഞാൻ ഇത് ഉഷ്ണം പറയുന്നത്. ദൈവമക്കളെ, പല മെസ്സേജുകൾ ഫോർവേഡ് ചെയ്ത് നോക്കുമ്പോൾ ഓർക്കണം, വെള്ളയുടുപ്പ് മലിനമാക്കിക്കൊണ്ടിരിക്കുക ദൈവസഭ. മനസ്സിലായോ? നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, മലന്ന് കിടന്ന് തുപ്പുക എന്ന്. എന്തോ അതിന്റെ അർത്ഥം? നമ്മുടെ സഭകളിൽ നടക്കുന്ന, നമ്മുടെ വീടുകളിൽ നടക്കുന്ന അശുദ്ധി നമ്മൾ വിളിച്ചു പറയുക, നമ്മൾ പോലും അറിയാതെ വെള്ളയുടുപ്പ് മലിനമായിക്കൊണ്ടിരിക്കുക. കർത്താവ് പറയാം, മോനെ സ്റ്റോപ്പ് ചെയ്യ്, നീ വാ, കാരണം ഇന്ന് നീ നഗ്നനാ. മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പലതും അറിഞ്ഞുകൊണ്ടിരിക്കും, നഗ്നത ഉളവായിക്കൊണ്ടിരിക്കുക. നീ മടങ്ങി വരണം. എന്നിട്ട് പറയാം, കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതാൻ ലേപം എന്നോട് ചോദിക്കുക. എന്തുവാ? ഹൃദയദൃഷ്ടി കുരുടായിപ്പോയി. എഫേസ്യ ലേഖനത്തിനകത്ത് വചനം പറയുന്നുണ്ട്, എഫേസ്യർ 1:17 വിളിയാനുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയണം, നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. ഇന്ന് വിളിയാനുള്ള ആശ മനസ്സിലാക്കാൻ എത്ര പേര് ചിന്തിക്കാറുണ്ട്? ഒരു ദിവസം ഒരു വട്ടമെങ്കിലും എന്റെ വിളി എന്തായിരുന്നു, എന്നെ കർത്താവ് വിളിച്ചത് എന്തിനാ? അതാരും അന്വേഷിക്കാറില്ല. ഞാൻ ചിലരോടെങ്കിലും ചോദിക്കും, എന്തിനാ കർത്താവ് വിളിച്ചെന്നറിയാമോ? എനിക്കറിയത്തില്ല, എനിക്ക് വിളിയുള്ളൂ.
എന്നെ കർത്താവ് വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സഹോദരി സഹോദരൻ, വിളിച്ചത് കൊണ്ടല്ല ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. കർത്താവ് വിളിക്കാത്തവരാരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടോ? വിളിച്ചത് കൊണ്ടല്ലേ രക്ഷിക്കപ്പെട്ടത്, സ്നാനപ്പെട്ടത്. എന്തിനു വേണ്ടിയാ വിളിച്ചത്? കർത്താവിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. പക്ഷെ വിളിയാനുള്ള ആശ പോലും ചോദിക്കാൻ സമയമില്ല. പകരം നമുക്കിഷ്ടം ആര് വിളിക്കുന്ന വിളിയാ? നമ്മുടെ ബോസ് നമ്മളെ വിളിക്കുന്ന വിളി, നമുക്ക് കിട്ടുന്ന പൊസിഷൻസിനെ കുറിച്ചുള്ള വിളി. എന്നാൽ ഇന്ന് മാറ്റി ചിന്തിക്കേണ്ട സമയമായി ദൈവമക്കളെ. അങ്കിളുമാരെ, ആന്റിമാരെ, നിങ്ങളുടെ വീട്ടിലെ ഒരു കൊച്ചു പറയുന്നത് പോലെ ഇത് കേട്ടാൽ മതി. അല്ലേ? പക്ഷെ പരിശുദ്ധാത്മാവ് ഇത് സംസാരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്നോട് വിഷമം തോന്നിയേക്കാം. നല്ലൊരു മീറ്റിങ്ങില് നല്ലൊരു പ്രബോധനം കേൾക്കാൻ വന്നിരുന്നിട്ട് എന്റെ മോളെ ഇത്രയും വലിയ കട്ടിയുള്ള മെസ്സേജ് പറയണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞേ പറ്റൂ. അമ്മച്ചി, ആന്റി, അങ്കിളെ, എന്നോട് വിരോധം തോന്നലേ, പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഞാൻ അതുപോലെ പറയുക. സഭ മടങ്ങി വന്നേ പറ്റൂ. ഇന്നലെ വൈകിട്ട് ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗില് കർത്താവിൽ വളരെ ഉപയോഗിക്കുന്ന ഒരു ദൈവദാസി പറഞ്ഞൊരു വാക്കുണ്ട്. ആ ദൈവദാസി പറഞ്ഞ വാക്ക് ഇതാ: റിവൈവൽ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ എന്തുകൊണ്ട് റിവൈവൽ നടക്കുന്നില്ലെന്നറിയാമോ? നമ്മൾ മാനസാന്തരപ്പെടുന്നില്ല. റിവൈവൽ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ ആ റിവൈവൽ നടക്കാത്തതിന്റെ കാരണം എന്താ? പരിശുദ്ധാത്മാവ് എവിടെ ഇറങ്ങി വരേണ്ടത്? ശുദ്ധി ഉള്ളിടത്ത്, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവരുടെ നടുവിലേക്ക്. എന്നാൽ പാപത്തെക്കുറിച്ച് എവിടെയും പ്രസംഗിക്കുന്നില്ല. പാപത്തെക്കുറിച്ച് എവിടെയും പ്രസംഗിക്കുന്നില്ല. ആ പ്രസംഗം ആരും കേൾക്കുന്നുമില്ല. നീ പോകുന്ന വഴി പാപമാണെന്ന് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഞാനിത് ഭയാനകമായി ദൈവമക്കളോട് പറഞ്ഞു. ഞാൻ അനേക കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ, മക്കളെ ഇത് ചെയ്യുന്ന തെറ്റാ, നിങ്ങൾ ഫോണിൽ ഇത് കാണുന്ന തെറ്റാന്ന് പറഞ്ഞപ്പോ എന്നോട് ചോദിക്കുക, ചേച്ചി അതെവിടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നെന്ന്. ദൈവമക്കളെ ഒന്ന് ഓർത്തേ, പറ, നിങ്ങൾ തന്നെ പറ, ബൈബിളിൽ എവിടെ എഴുതിയിരിക്കുന്നത് ഫോൺ കാണുന്ന തെറ്റാണ്? വാക്യമുണ്ടോ? വാക്യമുണ്ട്, വാക്യമുണ്ട്. അത് പറഞ്ഞു കൊടുക്കാം. മാതാപിതാക്കൾ ബാധ്യസ്ഥരാ. കുടുംബ പ്രാർത്ഥനയെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഇന്ന് ആരാ ഇത് പറയുന്നത്? കാരണം ഇന്ന് സഭയെ പോലും പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല. കണ്ണുകൊണ്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുക ഇന്നത്തെ തലമുറ. അമ്പച്ച അമ്മച്ചി അറിയുന്നില്ലെങ്കിൽ ഓർത്തോ കേട്ടോ, മക്കള് മുറി അടച്ചിരിക്കുമ്പം ഓക്കെയാന്ന് വിചാരിക്കരുത് കേട്ടോ. അവർ കണ്ണുകൊണ്ട് അശുദ്ധമായത് കാണുക. അവരുടെ ഹൃദയദൃഷ്ടി ഹല്ലേലൂയ കുരുടായിക്കൊണ്ടിരിക്കുക. അവർക്ക് അവരുടെ വിളി എന്തെന്ന് അറിയത്തില്ല. അവരുടെ വിളി എന്താ? ദൈവ പൈതൽ എന്നുള്ള വിളിയാ, ചൈൽഡ് ഓഫ് ഗോഡ് എന്നുള്ള വിളിയാ. അതവർക്ക് അറിയത്തില്ല. അപ്പച്ചനും അമ്മച്ചിയാ കണ്ണു തുറക്കാൻ നോക്കുന്നുണ്ടോ? ഇല്ല. മനസ്സിലായോ? കാരണം ഇന്ന് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉൾപ്പെടെ ഫോണിനകത്താണ്. മനസ്സിലായോ എനിക്ക് പറയുന്നത്? നമുക്ക് ആരെയും ഇന്ന് തിരുത്താൻ പറ്റുന്ന, ആരെയും തിരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയാം, മടങ്ങി വരണം. എന്നിട്ട് പറയുക, അല്ലെ, കണ്ണിൽ എഴുതുവാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങാൻ. ഈ ടൈം ഇന്ന് എന്തുകൊണ്ട് ഈ മെസ്സേജ് തന്നെന്ന് നിങ്ങൾ ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനുള്ള ഉത്തരം ഇതാ: വിലയ്ക്ക് വാങ്ങാനുള്ള സമയമായി, അന്ത്യകാലമായി. ആ 5 കന്യകമാർ കൈവിട്ടു പോയത് ഓർമ്മയുണ്ടോ? എന്തുകൊണ്ടെന്നറിയാവോ? സമയം കഴിഞ്ഞപ്പോഴാണ് വിലയ്ക്ക് വാങ്ങാൻ പോയത്. ഓർമ്മയുണ്ടോ 5 പേരുടെ കാര്യം? വിലയ്ക്ക് വാങ്ങാൻ സമയം ഉണ്ടായിരുന്നു, അപ്പൊ പോയില്ല. അപ്പൊ എന്തോയായിരുന്നു? ബിസി ആയിരുന്നു. എന്തോത്തിൽ ബിസി ആയിരുന്നു? ഓ, ഞങ്ങള് പണ്ടേ അഭിഷേകം പ്രാപിച്ചവരാ, ഞങ്ങൾക്ക് ഇതൊക്കെ പാരമ്പര്യമായിട്ടുള്ളതാ. മറ്റേ 5 പേരുണ്ടല്ലോ, വിളക്കിലും ഉണ്ടായിരുന്ന എക്സ്ട്രാ പാത്രത്തിലും കരുതി. അവര് സമയം എടുത്തു, അവരാരും അറിയാതെ, ഹല്ലേലൂയ, അവര് മേടിക്കേണ്ടവരുടെ അടുക്ക പോയി എണ്ണ മേടിച്ചു. അവര് വിളക്കിലും നിറച്ച്, അവരുടെ പാത്രത്തിലും നിറച്ച്. എന്ന് വെച്ചാൽ എന്താ? അവർക്ക് എക്സ്ട്രാ ഉണ്ടായിരുന്നു, വചനത്തിൽ അറിവ് എക്സ്ട്രാ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹൃദയദൃഷ്ടി പ്രകാശിച്ചവർ, ദൈവത്തിന്റെ വിളിയാനുള്ള ആശ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചവരാ 5 കന്യകമാർ, ബുദ്ധിയുള്ളവർ. എന്നാൽ 5 പേർ ബുദ്ധിയില്ലെന്ന് എഴുതാൻ കാരണം എന്താണെന്നറിയാമോ? അവരവരുടെ കംഫർട്ട് സോണിൽ, അവർക്കുള്ള സമ്പന്നതയിൽ, അവരുടെ ഹല്ലേലൂയ ആ ഒരു സുഖ സൗകര്യങ്ങളിൽ അവരങ്ങ് ലയിച്ചു പോയി. നോക്കിയപ്പോ വിളക്കുണ്ട്, കത്തുന്നുണ്ടോ? അത്യാവശ്യമൊക്കെ ഞായറാഴ്ച കത്തുന്നുണ്ട്. ബാക്കിയുള്ള ദിവസം അവരങ്ങ് കെടുത്തി വെക്കും. എന്താണെന്നറിയോ? ഒത്തിരി കത്തിയ വിളക്ക് എണ്ണ കുറഞ്ഞു പോകത്തില്ലേ? ഞായറാഴ്ച മാത്രം അവരൊന്ന് തെളിയിക്കും. അപ്പം ഇടയ്ക്ക് ഞായറാഴ്ച നോക്കിയപ്പോ കത്തുന്നുള്ളതുകൊണ്ട് ആ ഉറപ്പിൽ അവരിരുന്നു പോയി. പക്ഷെ മണവാളം വന്നപ്പോ എന്തോ പറ്റിയെന്നറിയാമോ? അവര് വിലയ്ക്ക് വാങ്ങാൻ പോയി. ആ സമയത്ത് പോയി വന്ന് മണവാളൻ വന്നുപോയി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല ഇന്ന് രാത്രി കർത്താവ് വരുമോന്ന്. നിങ്ങളുടെ മണവാളൻ, നമ്മുടെ മണവാളൻ ഇന്ന് രാത്രി വന്നാൽ വിലയ്ക്ക് വാങ്ങാനുള്ള സമയമായി മാത്രം ഈ മെസ്സേജിനെ ഇന്ന് രാത്രി കണ്ടാൽ മതി. ഈ രാത്രി പരിശുദ്ധാത്മാവ് ഈ ദൂത് നിങ്ങളോട് കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വിലയ്ക്ക് വാങ്ങാനുള്ള സമയമായി, കർത്താവിന്റെ അടുക്ക് മടങ്ങി വരാൻ സമയമായി. കർത്താവേ, തീയിലൂതിക്കഴിച്ച പൊന്നെനിക്ക് വേണം. വചനത്തിലേക്ക് ഞാൻ മടങ്ങി വരാൻ തയ്യാറാ. എന്നെ വചനം ഒന്ന് പഠിപ്പിക്കണമേ, വചനത്തിന്റെ ആഴം എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. 2, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ എന്റെ വെള്ളയുടുപ്പിൽ മലിനത വന്നിട്ടുണ്ടെന്ന് സമ്മതിക്കണം.
എന്റെ ഉള്ളിൽ ഈർഷ്യയുണ്ട്, എന്റെ ഉള്ളിൽ പകയുണ്ട്, എന്റെ ഉള്ളിൽ പിണക്കമുണ്ട്. ഞാൻ ആ കറ, ചുളുക്കം, വാട്ടം, മാലിന്യം മാറ്റാൻ തയ്യാറാ. എനിക്കൊരു നല്ല വെള്ളയുടുപ്പ് തരണമേ. 2 കണ്ണിലെഴുതാൻ ലേപം എനിക്ക് തരണമേ. എന്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണമേ. നിത്യതയെ കുറിച്ചുള്ള വാഞ്ച എനിക്ക് തരണമേ. ഇന്ന് നിത്യതയെ കുറിച്ചുള്ള വാഞ്ച കുറഞ്ഞുള്ള ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ ഇടയിൽ അവസാന ആശീർവാദം പറയുമ്പോൾ കേൾക്കാം. ഇന്ന് സഭകളിൽ ആമേൻ കർത്താവെ വേഗം വരണമെന്ന് ഞാൻ കേൾക്കാറ് പോലും ഇല്ല. പിന്നെ പറയുന്ന സഭകളുണ്ട്. ഇന്നും പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ? നിങ്ങൾ തന്നെ നിങ്ങൾ ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച ആശീർവാദം പറഞ്ഞപ്പോ എത്ര പേര് പറഞ്ഞു ആമേൻ കർത്താവെ വേഗം വരണേ? ആ സമയം ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങിയില്ലേ? അയ്യോ പെട്ടെന്ന് കഴിക്കാൻ പോകണം, ഷുഗർ ഡൗൺ ആവുക, പെട്ടെന്ന് പോയി കഴിക്കണം. ആമേൻ കർത്താവെ വേഗം വരണേന്ന് ആരാ ഇന്നത്തെ കാലത്ത് പറയുന്ന ദൈവമക്കളെ? ഞാൻ കേൾക്കാറില്ല. ആമേൻ കർത്താവേ എന്ന് പറയുമ്പോ ആകെ ഞാൻ കേൾക്കുന്നത് വരണമേ. അത് 1 2 അപ്പച്ചന്മാര് ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞാലേ വരണമേന്ന്. വേഗം എന്നുള്ള ഒരു വാക്കേ ഇല്ല. എന്തുകൊണ്ടാ? പേടിയാ പറയാൻ. കാരണം കർത്താവ് ഇപ്പോഴെങ്ങും വരരുത്. എന്റെ മോന്റെ കല്യാണം കഴിഞ്ഞിട്ട്, എന്റെ കൊച്ചുമക്കളെയൊക്കെ കണ്ടിട്ട്, ഞങ്ങളുടെ വീടിന്റെ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടേ കർത്താവെ നീ വരാവുള്ളൂ. എത്ര പേര് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും എനിക്കറിയത്തില്ല. ഉള്ളി പ്രാർത്ഥന ചെയ്ത കർത്താവ് ഇപ്പോഴെങ്ങും വരല് കേട്ടോ, എന്റെ മോന്റെ കല്യാണം ഒന്ന് കണ്ടിട്ടേ നീ വരാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? കാരണം അതൊക്കെ കാഴ്ചപ്പാടൊക്കെ പോയി. അതാ പറഞ്ഞ ഹൃദയദൃഷ്ടി കുരുടായിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും കർത്താവെ നീ വേഗം വരണം, ഞാൻ റെഡിയാണ്? എത്ര പേർക്ക് പറയാൻ കഴിയും കർത്താവെ ഞാൻ റെഡിയാ? ഈ പറഞ്ഞതുപോലെ ഏത് ലിസ്റ്റിലാന്ന് ഓർപ്പ് വേണം. ശീതവാനാണോ ഉഷ്ണവാനാണോ? ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടി ഇരിക്കും. എന്ത് ജയിക്കണം? ലോകം, ജഡം, പിശാച്, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇവ ജയിക്കുന്നവൻ കർത്താവിന്റെ കൂടെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന്. എന്നിട്ട് പറയുക, ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടി ഇരുന്നത് പോലെ നിങ്ങളും എന്നോട് കൂടി ഇരിക്കും. എന്നിട്ട് ലാസ്റ്റത്തെ വാക്യ കേൾക്കേണ്ടത്. അത് പറഞ്ഞ് നിർത്തുക. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ ഇന്ന് അത് പറഞ്ഞ് നിർത്തുകയാണ്. ആത്മാവാണ് ഇത് സംസാരിച്ചെന്ന് എനിക്കറിയാം. കാരണം ഞാൻ മാനുഷികമായി ഒരാലോചനയും ഹല്ലേലൂയ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാൻ എപ്പോഴും ഏത് മീറ്റിംഗിൽ വിളിച്ചാലും ഞാൻ പറയും, കർത്താവേ ഞാൻ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുക. പരിശുദ്ധാത്മാവിന് എന്താണ് തരാനുള്ളത്? മനുഷ്യരെങ്ങനെ മാർക്കിടും എന്നുള്ള കാര്യം എനിക്കറിയണ്ട. നിങ്ങൾക്ക് എങ്ങനെ വേണേലും മാർക്കിടാം. പക്ഷെ ഇത് പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൂതായതുകൊണ്ട് ഞാൻ ഒട്ടും മറച്ചു വെക്കാതെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, വിലയ്ക്ക് വാങ്ങേണ്ട സമയമാണ് ഈ കാലഘട്ടം. അവനവന് വിലയ്ക്ക് വാങ്ങിക്കണം. എനിക്ക് പോയി എന്റെ മക്കൾക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റത്തില്ല. എന്നാൽ മക്കളെ ഉണർത്താൻ പറ്റും. മക്കളെ വിലയ്ക്ക് വാങ്ങണേ, അപ്പന്റെ അടുക്ക് ചെല്ലണേ, പൊന്നു വാങ്ങണമേ, അല്ലെങ്കിൽ വചനം വാങ്ങണമേ, ഹൃദയദൃഷ്ടി പ്രകാശിക്കണമേ എന്ന് മാതാക്കളെ, നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ ഉണർത്താമോ? ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ തലമുറകൾ കർത്താവിന് വേണ്ടി മുന്നിൽ വന്നാൽ അവരുടെ നന്മകൾക്കൊന്നും കർത്താവ് മുട്ടുവരുത്തത്തില്ല. കാരണം കർത്താവ് വിശ്വസ്തന. കർത്താവ് പറയുക, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എന്നിട്ടൊരു വാക്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യം. അത് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അതെങ്ങനെയെന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല ദൈവമക്കളെ. കർത്താവിനെ മാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് പറയുന്നത് അനുസരിക്കുക എന്നാ. കർത്താവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാ. കർത്താവ് പറയുന്നത് പോലെ നമ്മൾ അനുസരിച്ചാൽ കർത്താവ് പറയുക, ഞാൻ നിന്നെ മാനിക്കും. അത് എങ്ങനെയാണെന്നറിയോ? ലോകം കാണുന്നു ചിന്തിക്കുന്നതിനും അപ്പുറമായി കർത്താവ് മാനിച്ചുയരങ്ങളിൽ നിർത്തും. നമ്മൾ മാന്യതയുടെ പുറകെ പോകാതെ കർത്താവിന് വേണ്ടി ഇറങ്ങണം. ഇന്ന് ജനറേഷൻസ് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുക, ശീതവാനാകരുത് കേട്ടോ, ഉഷ്ണവാനായിക്കോണം. കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, കർത്താവിന്റെ ഏതൊരു ചെറിയ കാര്യം കർത്താവ് ഏൽപ്പിച്ചാലും അതിൽ വിശ്വസ്തരായി ഉഷ്ണവാന്റെ കാറ്റഗറിയിലേക്ക് മടങ്ങി വരണം. ശീതവാനും ആകരുത്, ശീതോഷ്ണവാനും ആകരുത്. പകരം ഉഷ്ണവാനായിക്കോണം. ഈ ഒരു ഉഷ്ണവാനെ തയ്യാറാക്കാനാണ് ദൈവം ഇന്ന് രാത്രിയിൽ മെസ്സേജ് തന്നത്. ആകയാൽ ദൈവാത്മാവ് പറഞ്ഞതുപോലെ ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവർ കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2, നിങ്ങളുടെ ദൗത്യം അത് അനുസരിക്കാന്നുള്ളത്. അനുസരിച്ചാൽ കർത്താവ് പറയുക, എന്റെ കൂടെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ നിങ്ങൾക്ക് അധികാരം തരും. കർത്താവ് വരാറായി, തന്റെ സഭയെ ചേർക്കാറായി. ആകയാൽ സഭയെ ഉണരുക, ഉണരുക, ബലം ധരിച്ചു കൊള്ളുക. മണവാളൻ വരാറായി, വിളക്കിൽ എണ്ണ കരുതിക്കൊള്ളുക, കൈവിടപ്പെട്ടു പോകരുതേ. അത് മാത്രമാണ് എന്റെ പ്രാർത്ഥന. ആകയാൽ മണവാളന്റെ വരവിനുമായി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ലോർഡ്. ദേവദാസിയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താദാസികളെല്ലാം പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുറത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താദാസ് മുന്നേ ഓർപ്പിച്ച പോലെ ഇങ്ങനെയുള്ള മെസ്സേജുകളൊന്നും ആർക്കത്ര താല്പര്യങ്ങളില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്തെങ്കിലും ഇന്ന് നാളെ എന്നുള്ള രീതിയിൽ ലോട്ടറിക്കാർ പറഞ്ഞതുപോലെ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പ്രസംഗിക്കുന്നതിന് അനേക മെസ്സേജ് കുറവാണ്. അനേക വ്യക്തികൾ
മാത്രമേ ചുരുക്കം ചില വ്യക്തികൾ മാത്രമേ വെളിപ്പാട് ദിവസം പ്രസംഗിക്കാറുള്ളൂ, കേൾക്കാറുമുള്ളൂ. ഈ ദിവസങ്ങളിൽ കർത്താവിന് സ്തോത്രം, കർത്താവ് ഓർപ്പിച്ച പോലെ മുന്നുമേ കർത്താവിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി ആലി സകലം ലഭിക്കും. അങ്ങനെ നമുക്കും നമ്മുടെ തലമുറയ്ക്കും ഈ ദിവസങ്ങളിൽ നിത്യതയ്ക്ക് വേണ്ടി ഉണരുവാൻ തക്കവണ്ണം, നിത്യതയ്ക്ക് അടുക്കുവാൻ തക്കതായ രീതി ജീവിക്കുന്ന ആളുകളായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് നമ്മുടെ പറഞ്ഞ വാക്യങ്ങൾ തക്ക സമയത്ത് ശീഘ്രമായി നിവർത്തിക്കുന്ന കർത്താവാണ്.